ഹരി ഓം ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃദാം യദാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം. പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരഭോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്ധം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായ ശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ. സോലങ്കൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി.
ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. സുസ്വാഗതം. നാരായണ. പാലക്കാട്ടുകാർക്കെല്ലാം കൽപ്പാത്തി രഥോത്സവ ആശംസകൾ. പാലക്കാടിൻ്റെ ഏറ്റവും വലിയ ഉത്സവമാണ് ലോക പ്രശസ്തമായിട്ടുള്ള കൽപ്പാത്തി രഥോത്സവം. കൽപ്പാത്തിയും അതിനോട് ചേർന്ന് അനേക അഗ്രഹാരങ്ങളുണ്ട്. പല പേരിൽ അറിയപ്പെടുന്ന ഓരോ അഗ്രഹാരത്തിലും ഭഗവാന്റെ ക്ഷേത്രങ്ങളുള്ളത് കൊണ്ടാണ് അവ അഗ്രഹാരങ്ങളാവുന്നത് എന്നറിയാമല്ലോ. അപ്പോൾ മുഖ്യക്ഷേത്രം കാശി വിശ്വനാഥൻ തന്നെ, വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രം. കാശിയിൽ പാതി കൽപ്പാത്തി എന്ന് പറയും. കാശിയുടെ പകുതി പുണ്യം അല്ലെങ്കിൽ അനുഗ്രഹം കൽപ്പാത്തി പോയി തൊഴുതാൽ കിട്ടുമെന്ന് താല്പര്യം. ആ ക്ഷേത്രത്തോട് ചേർന്നൊഴുകുന്നത് കൊണ്ടാണ് ആ പുഴയ്ക്ക് അവിടെ ഭാരതപ്പുഴയുടെ കൈവഴി കൽപ്പാത്തിപ്പുഴ എന്നും പറയുന്നത്. അപ്പോൾ ആ വിശ്വനാഥസ്വാമിയുടെയും വിശാലാക്ഷി ദേവിയുടെയും അടുത്ത് തന്നെയുള്ള ഗണപതി ക്ഷേത്രങ്ങളുണ്ട്. അതിൽ മന്ദക്കര ഗണപതി വളരെ പ്രശസ്തമാണ്. അതുപോലെ ലക്ഷ്മി നാരായണ ക്ഷേത്രമുണ്ട്. ഇവിടെയൊക്കെ തേരുണ്ട്. അങ്ങനെ 5 തേരുകൾ ഓരോ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടും. ആ 5 തേരുകളും കൂടി തെരുവിൽ ആളുകൾ തന്നെ വലിയ വടങ്ങൾ കൊണ്ട് വലിക്കുകയും ഏറ്റവും വലിയ തേര് ആന തള്ളും പുറകിൽ നിന്നും. ഈ വർഷം ആനയ്ക്ക് പകരം JCB ആക്കിയിട്ട് തോന്നുന്നു. ഇന്ന് ലൈവ് കണ്ടപ്പോൾ JCB ആണ് തള്ളുന്നത് കണ്ടത്. തമിഴ്നാട്ടിലൊക്കെ JCB ആണ് ഉപയോഗിക്കുന്നത്. തമിഴ്നാട്ടിൽ ഇവിടുത്തെയിലും വെച്ച് ഇരട്ടിയുള്ള വലിയ തേരുകളാണ്. അപ്പോൾ 2 വീലിലും 2 സൈഡിൽ 2 JCBകൾ തള്ളാൻ സ്പേസ് ഉണ്ടാവും. ഇവിടെ പിന്നെ ഒരു JCB മതി. അപ്പോൾ അങ്ങനെയുള്ള ആ രഥോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും നാളെയും മറ്റന്നാളും. ഇന്ന് 1-ാം തേര്, നാളെ 2-ാം തേര്, മറ്റന്നാൾ 3-ാം തേര് എന്ന് പറയും. തുലാമാസത്തിലെ അവസാന 3 ദിവസങ്ങളാണ് ഇങ്ങനെ വരിക. അതിനു മുമ്പ് കഴിഞ്ഞ 6-7 ദിവസങ്ങളായിട്ട് ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ഉത്സവങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അന്നും ചെറിയ ചെറിയ വാഹനങ്ങളിൽ തേരുകളിലൊക്കെ ഭഗവാന്റെ എഴുന്നള്ളത്തുണ്ടാവും. ഓരോ ദിവസം ഓരോ വാഹനങ്ങളായിട്ട്. ഋഷഭവാഹനം, ഗരുഡവാഹനം, നാഗവാഹനം, ഇങ്ങനെ ഓരോ വാഹനങ്ങളിൽ ഭഗവാനെ എഴുന്നള്ളിച്ചുകൊണ്ട്
വണ്ടികളിൽ വലിച്ചുകൊണ്ട് പോകും. അതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞു. അതിനോടനുബന്ധിച്ച് സംഗീത ഉത്സവം മറ്റു പലതും നടക്കുന്നുണ്ട്. ഏറ്റവും വലിയൊരു ഷോപ്പിംഗ് ഫെസ്റ്റിവൽ കൂടിയാണ്. വിവിധ ഹാൻഡിക്രാഫ്റ്റ്സ് ഉപകരണങ്ങളും നാട്ടുമ്പുറങ്ങളിൽ നിന്നുള്ള പല പ്രോഡക്ട്സും ഒക്കെ ദിവസങ്ങളോളം ഈ തേര് കഴിഞ്ഞാലും അവിടെ തേര് കടകൾ എന്ന് പറയും, നിരന്ന് രണ്ട് വശങ്ങളിലും തെരുവുകളിലൊക്കെ കടകളുണ്ടാവും. പണ്ട് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് മാർക്കറ്റിൽ കിട്ടാത്ത എല്ലാ സാധനവും അവിടെ കിട്ടും. ഇന്നിപ്പോൾ എല്ലാ മാർക്കറ്റിലും കിട്ടും. പണ്ടത് ഇതിലൊക്കെ റെയറായിട്ടുള്ള സാധനങ്ങളൊക്കെ പലതും കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ആളുകൾ പോകും. അപ്പോൾ ഈ പാവപ്പെട്ട കച്ചവടക്കാർക്കൊക്കെ ഒരു വരുമാന ദിവസങ്ങളാണ്. കുട്ടികൾക്കൊക്കെ ഉത്സാഹങ്ങളുടെ ദിവസമാണ്. എല്ലാവർക്കും ആനന്ദത്തിൻ്റെ ദിവസങ്ങളാണ്. അതുകൊണ്ടാണ് പാലക്കാട് മാത്രം ഉപതിരഞ്ഞെടുപ്പ് 20-ാം തീയതിക്ക് മാറ്റിവെച്ചു. ഇന്ന് ഇലക്ഷൻ നടക്കേണ്ടതായിരുന്നു, അത് മാറ്റിവെച്ചു. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ സൗകര്യങ്ങളുണ്ടെങ്കിൽ പാലക്കാട് വന്ന് കൽപ്പാത്തി രഥോത്സവം ദർശിക്കുക. പാലക്കാട്ടുകാരല്ലാത്തവരും വരാവുന്നതാണ്, എല്ലാവർക്കും വരാവുന്നതാണ്. അതെ, എല്ലാ കളിപ്പാട്ടങ്ങളും തിന്നാനുള്ള വകകളും എല്ലാം നിറഞ്ഞിരിപ്പുണ്ടാവും. അതുപോലെ വീട്ടുപകരണങ്ങൾ, മരം കൊണ്ടുള്ളതായിട്ടുള്ള ഹാൻഡിക്രാഫ്റ്റ്സ്, കൽച്ചട്ടി എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ, മൺചട്ടികൾ, കൽച്ചട്ടികൾ, പലതരത്തിലുള്ള വീട്ടുപകരണങ്ങൾ, റയറായിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നതായിട്ടുള്ള ഒരു ഷോപ്പുകൾ ധാരാളം ഉണ്ടാവും ക്ഷേത്രത്തിൻ്റെ ചുറ്റും. അപ്പോൾ വരാൻ താല്പര്യമുള്ളവർക്കൊക്കെ വന്ന് കാണാവുന്നതാണ്. ദൂരത്തുനിന്ന് വരുന്നവർക്ക് കൽപ്പാത്തി രഥോത്സവത്തിൽ രാവിലെയോ വൈകുന്നേരമോ പങ്കെടുക്കാം. കൂട്ടത്തിൽ ഇവിടേക്കും വരാം, ആശ്രമത്തിലേക്കും വരാം. എല്ലാവർക്കും സ്വാഗതം. പാലക്കാട് കൽപ്പാത്തി തമിഴ്നാട്ടിലെ മായവരം എന്ന് പറയും. മയിലാടുംതുറൈ, പാണ്ടിച്ചേരിക്കടുത്ത് കുംഭകോണം, അവിടുത്തെ സമ്പ്രദായമാണ്. അപ്പോൾ ഇന്ന് അതേ ദിവസം അവിടെ തേരായിരിക്കും. മായവരത്ത്, മായവരം അഥവാ മയിലാടുംതുറൈ, അതേ ദിവസങ്ങളിലാണ് ഇവിടെയും തേര് ഉത്സവം നടക്കുക. കാരണം അവിടുന്ന് കുടിയേറി പാർത്തിട്ടുള്ള ആളുകളാണ് ഈ കൽപ്പാത്തി ഗ്രാമത്തിൽ കൂടുതലും. മറ്റ് പല ഭാഗത്തുനിന്നും വന്നവരുണ്ട്, പക്ഷെ ഏറ്റവും പ്രധാനമായിട്ട് ഈ മായവരം എന്നുള്ള ഭാഗത്തുനിന്ന് വന്നവരാണ്. അപ്പോൾ എല്ലാവർക്കും വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രഥങ്ങളുടെ ബേസ് മരം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള വലിയ ബേസുകളാണ്. അതിൽ ഒരു ലോകത്തിൻ്റെ മാതൃക തന്നെ ഉണ്ടാവും. ഞാൻ മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്, ശില്പങ്ങൾ കൊണ്ട് എല്ലാതരം ജീവജാലങ്ങളെയും ദേവന്മാരെയും നമ്മുടെ ബൊമ്മക്കൊലുവിൻ്റെ ഒരു മാതൃക ഈ രഥത്തിൽ കൊത്തിവെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് വെച്ചുകെട്ടുകളാണ് ഇപ്പോൾ ചെയ്യുക. ആ ബേസ് ഒരു 10-12 അടി ഉയരം ഉണ്ടാവും. അതിൻ്റെ മുകളിലേക്ക് പിന്നെയും ഒരു 20 അടിയൊക്കെ ഉയരത്തിൽ കൂടുപോലെ മരം കൊണ്ട് കെട്ടിയുണ്ടാക്കി അതിൽ വർണ്ണ കടലാസ് കൊണ്ടുള്ളതായിട്ടുള്ള വണ്ടുമാല എന്നാ പറയുക. പൂക്കൾ പോലെയുള്ള മാലകൾ കൊണ്ട് അലങ്കരിക്കും. വണ്ടുമാല എന്നാണ് പറയുക. വളരെ ആർട്ടിസ്റ്റിക്കായിട്ട് അതിൽ പല ഡെക്കറേഷനൊക്കെ ചെയ്യും. വാഴക്കൊലകൾ, തെങ്ങിൻ കുലകൾ, കവുങ്ങിൻ കുലകൾ ഒക്കെ തൂക്കി അലങ്കരിക്കും. ഭഗവാനെ അതിലേക്ക്
കയറ്റി വെക്കുമ്പോഴാണ് അതിന് ജീവൻ വയ്ക്കുന്നത്. അതുവരെ അത് ജഡമാണ്. നമ്മുടെ ശരീരം പോലെ നമ്മുടെ ശരീരത്തിൽ ആത്മാവ് പ്രവേശിക്കുമ്പോൾ മാത്രമാണ് അതിന് ചൈതന്യമുള്ളത്. ഇതിൽ നിന്ന് ആത്മാവ് പോയാൽ ഇത് ജഡം. അപ്പം അതുപോലെ രഥത്തിലേക്ക് ഭഗവാൻ കയറുന്നതോടുകൂടി അത് ഒരു ക്ഷേത്രം പോലെ പവിത്രമായി മാറുന്നു. അതുവരയ്ക്ക് അതിനെ സുരക്ഷിതമായിട്ട് ഈ ബേസ് എല്ലാവർക്കും കാണാൻ പാകത്തിന് ഇപ്പോൾ കൂടുണ്ടാക്കിയിട്ടുണ്ട്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഫൈബർ മെറ്റീരിയൽ കൊണ്ട് കവറിങ് ഉണ്ടാക്കി വെയിൽ കൊള്ളാത്ത രീതിയിലും മഴ കൊള്ളാത്ത രീതിയിലും അതിനെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ പണ്ടൊക്കെ അത് ഷെഡിൻ്റെ ഉള്ളിൽ അടച്ചിടും. ഇപ്പോൾ പുതിയ ഷെഡ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് എല്ലാവർക്കും എല്ലാ കാലത്തും അതിൻ്റെ ശില്പവേലകൾ കാണാം. അപ്പോൾ അതിന് ആ കൂടിന് ഒരു പേരിടണമെന്ന് പറഞ്ഞിട്ട് എന്നോടാണ് ചോദിച്ചത്. ഞാൻ പല പേരുകൾ സജസ്റ്റ് ചെയ്തു. അതിൽ നിന്ന് ഒരു പേര് അവർ തിരഞ്ഞെടുത്തു, രഥധാമം എന്ന് പറഞ്ഞിട്ട്. ആ രഥധാമം എന്ന പേരിൽ എല്ലായ്പ്പോഴും ഏത് കാലത്തും ആർക്കും പോയി ഈ രഥത്തിൻ്റെ ബേസ് കാണാം. പാലക്കാട്ട് രാജകുടുംബമാണ് ഈ കൽപ്പാത്തി ക്ഷേത്രത്തിൻ്റെ എന്താ പറയുക ഉടമസ്ഥന്മാരെന്ന് പറയാം. ഊരാൺമ അല്ലെങ്കിൽ ഉടമസ്ഥൻ, മാനേജിങ് ട്രസ്റ്റി എന്നൊക്കെ പറയുന്നത് അവരാണ്. പിന്നെ ബ്രാഹ്മണ അഗ്രഹാരമാണ് ചുറ്റുമുള്ളത്. അപ്പോൾ അവരുടെയാണ് മെയിൻ പാർട്ടിസിപ്പേഷൻ. അങ്ങനെ പാലക്കാട്ട് രാജകുടുംബവും പാലക്കാട്ടുശ്ശേരി എന്നാ പറയുക, ആ രാജകുടുംബവും തമിഴ് ബ്രാഹ്മിൻസും കൂടിയിട്ടാണ് ഇതിൻ്റെ നടത്തിപ്പ്. എല്ലാവർക്കും ജാതി മത ഭേദമന്യേ എല്ലാവരും വന്ന് കാണും, ദർശിക്കും. അപ്പോൾ ഒരു ഗംഭീര ഉത്സവമാണ്. അറിഞ്ഞിരിക്കുക അറിയാത്തവർ. നമുക്ക് ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് വരാം. ഭാഗവത ജ്ഞാനഗംഗ പുതിയ അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു. ഭഗവാന്റെ ലീലകൾ തുടരുകയാണ്. ദശമസ്കന്ധത്തിലെ 22-ാം അധ്യായം കാത്യായനീ വ്രതം എന്നുള്ള ഭാഗം നമ്മൾ കാണാം. വായിക്കാം. 22-ാം അധ്യായം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ 22-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. ഹേമന്തേ പ്രഥമേ മാസി നന്ദവ്രജകുമാരികാഃ ചേരുർഹവിഷ്യം ഭുഞ്ജാനാഃ കാത്യായന്യർച്ചനവ്രതം ആപ്ലുത്യാംബസി കാളിന്ദ്യാഃ ജലാന്തേ ചോദിതേ അരുണേ കൃത്വാ പ്രതികൃതിം ദേവീം ആനർച്ചുഃ നൃപസൈകതീം ഗന്ധൈർമാല്യൈ സുരഭിഭിഃ ബലിഭിർധൂപദീപകൈഃ ഉചാവചൈശ്ചോപഹാരൈഃ പ്രവാളഫലതണ്ഡുലൈഃ കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിം മേ കുരുതേ നമഃ. കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിം മേ കുരുതേ നമഃ. കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിം മേ കുരുതേ നമഃ. ശ്രീമഹാദേവ്യൈ നമഃ. ഇതി മന്ത്രം ജപന്ത്യസ്താഃ പൂജാം ചക്രുഃ കുമാരികാഃ. ഏവം മാസം വ്രതം ചേരുഃ കുമാര്യഃ കൃഷ്ണചേതസഃ. ഭദ്രകാളീം സമാനർച്ചുഃ ഭൂയാൻ നന്ദസുതഃ പതിഃ. ഉഷസ്യുത്ഥായ ഗോത്രൈ സ്വൈഃ അന്യോന്യബദ്ധബാഹവഃ
കൃഷ്ണമുച്ചൈർജഗുരുയാന്ത്യഃ കാളിന്ദ്യാം സ്നാതുമന്വഹം നദ്യാം കദാചിദാഗത്യ തീരെ നിക്ഷിപ്യ പൂർവവത് വാസാംസി കൃഷ്ണം ഗായന്ത്യോ വിജഹ്രുഹു സലിലേ മുദാം ഭഗവാൻ തദഭിപ്രേത്യ കൃഷ്ണോ യോഗേശ്വരേശ്വരഃ വയസ്യൈരാവൃതസ്തത്ര ഗതസ്ഥൽ കർമ്മസിദ്ധയേ താസാം വാസാംസ്യുപാദായ നീപമാരുഹ്യ സത്വരഃ ഹസദ്ഭിഃ പ്രഹസൻ ബാലൈഃ പരിഹാസം ഉവാചഃ അത്രാഗത്യാബലാ കാമം സ്വം സ്വം വാസഃ പ്രഗൃഹ്യതാം സത്യം പ്രവാണിനോ നർമ്മ യത് യൂയം വ്രതകർഷിതാഃ നമയോദിതപൂർവം വാ അനൃതം തദിമേ വിദുഃ ഏകൈകശഃ പ്രതീച്ഛദ്വം സഹൈവോ തസ്സുമദ്യമാഃ തസ്യ തച്ഛേളിതം ദൃഷ്ട്വാ ഗോപ്യഃ പ്രേമ പരിപ്ലുതാഃ വ്രീഡിതാ പ്രേക്ഷ്യ ചാന്യോന്യം ജാതഹാസാ ന നിർയയുഃ ഏവം ബ്രുവതി ഗോവിന്ദേ നർമ്മണാക്ഷിപ്തചേതസഃ ആകണ്ഡമഘ്നാശീദോദേ വേപമാനാസ്തമബ്രുവൻ മാനയം ഭോഃ കൃതാസ്ത്വം തു നന്ദഗോപസുതം പ്രിയം ജാനീമോംഗവ്രജശ്ലാഘ്യം ദേഹി വാസാംസി വേപിതാഃ ശ്യാമസുന്ദരതേ ദാസ്യഃ കരവാമ തവോദിതം ദേഹി വാസാംസി ധർമ്മജ്ഞ നോ ചേദ് രാജ്ഞേ ബ്രുവാമഹേ. ശ്രീഭഗവാനുവാച ഭവത്യോ യദി മേ ദാസ്യോ മയോക്തം വാ കരിഷ്യത അത്രാഗത്യ സ്വവാസാംസി പ്രതീച്ഛന്തു ശുചിസ്മിതാഃ തതോ ജലാശയാത് സർവാ ദാരികാ ശീതവേപിതാഃ പാണിഭ്യാം യോനിമാച്ഛാദ്യ പ്രോക്തേരു ശീതകർഷിതാഃ ഭഗവാൻ ആഹതാവീക്ഷ്യ ശുദ്ധഭാവപ്രസാദിതഃ സ്കന്ധേ നിധായ വാസാംസി പ്രീതഃ പ്രോവാച സസ്മിതം യൂയം വിവസ്ത്രായതപോ ധൃതവ്രതാ വ്യഗാഹതൈദത്തതു ദേവഹേളനം ബദ്ധ്വാഞ്ജലിം മൂർധ്ന്യപനുത്തയം ഹസഃ കൃത്വാ നമോധോ വസനം പ്രഗൃഹ്യതാം ഇത്യച്യുതേനാഭിഹിതാ വ്രജാബലാ മത്വാ വിവസ്ത്രാപ്ലവനം വ്രതച്യുതിം തൽപൂർത്തികാമാസ്തദശേഷകർമ്മണാം സാക്ഷാത്കൃതം നേമു അവദ്യമൃഗ്യതഃ താസ്തദാവനതാ ദൃഷ്ട്വാ ഭഗവാൻ ദേവകീസുതഃ വാസാംസി താഭ്യഃ പ്രായച്ഛത കരുണസ്തേന തോഷിതഃ ദൃഢം പ്രലബ്ധാസ്ത്രപയാ ച ഹാപിതാഃ പ്രസ്തോഭിതാ ക്രീഡനവച്ച കാരിതാഃ വസ്ത്രാണി ചൈവാപഹൃതാന്യഥാപ്യമും താനാഭ്യസൂയൻ പ്രിയസംഗനിർവൃതാഃ പരിധായ സ്വവാസാംസി പ്രേഷ്ടസംഗമസജ്ജിതാഃ ഗൃഹീതചിത്താനോ ചേലുഃ തസ്മിൻ ലജ്ജായിദേക്ഷണാഃ താസാം വിജ്ഞായ ഭഗവാൻ സ്വപാദസ്പർശകാമ്യയാ ധൃതവ്രതാനാം സങ്കൽപ്പം ആഹ ദാമോദരോ അബലാഃ സങ്കൽപ്പോ വിദിതഃ സാധ്യോ ഭവതീനാം മദർശനം മയാനുമോദിതസ്സോऽസൗ സത്യോ ഭവിതുമർഹതി ന മയ്യാവേശിതധിയാം കാമഃ കാമായ കൽപ്പത്തെ ഭർജിതാ ക്വധിതാ ദാനാം പ്രായോ ബീജായ നേഷ്യത്തെ യാതാബലാ വ്രജം സിദ്ധാ മയേമാരംസ്യ ദക്ഷപാഃ യദുദ്ദിശ്യ വ്രതമിദം ചേരുഃ ആര്യാർച്ചനം സതീഃ. ശ്രീശുക ഉവാച ഇത്യാദിഷ്ടാ ഭഗവതാ ലബ്ധകാമാ കുമാരികാഃ ധ്യായന്ത്യസ്തൽപദാംഭോജം കൃത്സ്രാ നിർവിവിശുർവ്രജം അദഗോപൈഃ പരിവൃതോ ഭഗവാൻ ദേവകീസുതഃ വൃന്ദാവനാഗതോ ദൂരം ചാരയൻ ഗാസഹഗ്രജഃ നിദാഗാർക്കാദപേതിഗ്മേ ഛായാഭിസ്വാഭിരാത്മനഃ ആതപത്രായിതാൻ വീക്ഷ്യ ദ്രുമാനാഃ വ്രജൗകസഃ. ഹേ സ്തോകകൃഷ്ണ ഹേ അംശോ
ശ്രീരാമൻ സുബലാർജുന വിശാലർഷഭ തേജസ്വിൻ ദേവപ്രസ്ഥവരൂധവ പശ്യതൈതാൻ മഹാഭാഗാൻ പരാർത്തൈകാന്തജീവിതാൻ വാതവർഷാതപഹിമാൻ സഹന്തോ വാരയന്തി നഃ. അഹോ യേഷാം വരം ജന്മ സർവപ്രാണ്യുപജീവനം സുജനസ്യേവ യേഷാം വൈ വിമുഖായാന്തി നാർത്തിനഃ. പത്രപുഷ്പഫലച്ഛായാമൂലവൽക്കലദാരുഭിഃ ഗന്ധനിര്യാസഭസ്മാസ്ഥിതോക്മൈ കാമാൻ വിതന്വത്തെ. ഏതാവജ്ജന്മസാഫല്യം ദേഹിനാമിഹ ദേഹിഷു പ്രാണൈരർത്ഥൈർധിയാ വാചാ ശ്രേയ ഏവാചരേത് സദാ. ഇതി പ്രവാളസ്തവകഫലപുഷ്പദളോത്കരൈഃ തരുണാം നമ്രശാഖാനാം മധ്യേന യമുനാം ഗതഃ. തത്ര ഗാഃ പായയിത്വാപഃ സുമൃഷ്ടാ ശീതളാ ശിവാഃ തതോ നൃപസ്വയം ഗോപാഃ കാമം സ്വാദുപപുർജലം. തസ്യാ ഉപവനെ കാമം ചാരയന്തഃ പശൂൻ നൃപ കൃഷ്ണരാമൗ ഉപാഗമ്യ ക്ഷുധാർത്താ ഇദമബ്രുവൻ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ ഗോപീവസ്ത്രാപഹാരോ നാമ ദ്വാവിംശതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. നാരായണ. ഹരി ഓം. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഋതുവർണ്ണനം, അതിൽ വർഷ ഋതു, പിന്നീട് ശരത് ഋതു വർണ്ണനങ്ങളും അതിനെ തുടർന്ന് ശരത് ഋതുവിൽ ഭഗവാൻ ചെയ്ത വേണുഗാനം, ആ വേണുഗാനം കേട്ട ഗോപികമാരുടെ ആ വിരഹ താപം, അല്ലെങ്കിൽ ഭഗവാന്റെ ആ വൃന്ദാവന ലീലകളിൽ നേരിട്ട് തങ്ങൾക്ക് മാത്രം പങ്കെടുക്കാൻ ഭാഗ്യമില്ലല്ലോ എന്ന് ഉള്ളതായിട്ടുള്ള അവരുടെ ആ പരിഭവം പറച്ച് പരസ്പരം ഗോപികമാർ തമ്മിൽ പാടിയ ഒരു ഗാനമായി, ഗോപികാ ഗീതമായി മാറി. 13 ശ്ലോകങ്ങളെ കൊണ്ട്, അവരുടെ വാക്കുകളെ കൊണ്ട് ഭഗവാൻ വൃന്ദാവനത്തിൽ വേണുഗാനം ചെയ്യുന്ന ആ രംഗവും ഭഗവാന്റെ രൂപവും ഭാവവും എല്ലാം വർണ്ണിച്ചതിന് ശേഷം ആ വേണുവിൻ്റെ ഭാഗ്യത്തെയും അതുപോലെ തന്നെ വൃന്ദാവനത്തിലുള്ള മറ്റ് സകല സ്ഥാവര ജംഗമങ്ങളായിരിക്കുന്ന എല്ലാ ഭൂതങ്ങളുടെയും ഭാഗ്യത്തെക്കുറിച്ചും എടുത്തെടുത്ത് പറഞ്ഞു. അവിടെയുള്ള ജലാശയങ്ങൾ, വൃക്ഷങ്ങൾ, അതുപോലെ തന്നെ പശുക്കൾ, പശുക്കുട്ടികൾ, അതുപോലെ മാനുകളും മറ്റു മൃഗങ്ങളും മറ്റ് പക്ഷികൾ, അങ്ങനെ കാളിന്തി നദി, ആകാശത്തൂടെ പോകുന്ന മേഘം വരയ്ക്കും എല്ലാം ഭഗവാന്റെ ആ വേണുഗാനത്തെ ആസ്വദിക്കുന്ന, അതിൽ മുഴുകിയിരിക്കുന്ന, മതിമറന്നിരിക്കുന്നതായിട്ടുള്ള ആ ഭാവങ്ങളെ ഗോപികമാര് വളരെ ഭംഗിയായിട്ട് പരസ്പരം പറയുന്ന രീതിയിൽ വർണ്ണിച്ച് നമ്മൾക്ക് കേൾപ്പിച്ചു തന്നു. ആ ഗോവർദ്ധനത്തിൻ്റെ ഭാഗ്യവും അതുപോലെ പുളിന്ത്യകൾ എന്ന് പറഞ്ഞ് കാട്ടുവാസികളായിട്ടുള്ള വൃന്ദാവനത്തിലെ പ്രാകൃതരായ സ്ത്രീകളുടെ പോലും ഭാഗ്യവും, അങ്ങനെ സകല ചരാചരങ്ങളുടെയും ഭാഗ്യത്തെക്കുറിച്ച് എണ്ണി എണ്ണി പറഞ്ഞ് നമ്മൾ മാത്രം അത് നേരിട്ട് കാണാനുള്ള ഭാഗ്യമില്ലാത്തവർ, അബലകൾ എന്നുള്ള ഭാവത്തിൽ
അവരുടെ ആ വിഷമം പറഞ്ഞു തീർക്കുകയായിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയാണ് അവർ ഭഗവാനെ അവർക്ക് പ്രിയനായി കിട്ടാൻ, അവരുടെ പതിയായി കിട്ടാനുള്ള ആ വ്രതത്തിലേക്ക് അവരെ നയിക്കുന്നത്. അപ്പം അങ്ങനെ ഭഗവാനെ തങ്ങളുടെ എല്ലാമായി ലഭിക്കാനായിക്കൊണ്ട് ഗോപികമാരെല്ലാവരും കൂടി ഒരു തീരുമാനത്തിൽ വരുന്നതാണ് ഈ കാത്യായനി വ്രതം എന്നുള്ളതായിട്ടുള്ള ആ ഒരു കാര്യത്തിലേക്ക്. അങ്ങനെ അവരുടെ ആ വ്രതമാണ് ഈ അധ്യായത്തിൽ നമ്മൾ വായിച്ചത്. അതിനോട് തുടർന്നുള്ള സംഭവങ്ങളാണ്, ഭഗവാന്റെ ലീലകളാണ് നമ്മൾ വായിച്ചത്. നമുക്ക് ഓരോ ശ്ലോകങ്ങളായിട്ട് കാണാം. ഭഗവാൻ തൻ്റെ ഭക്തകളെ എങ്ങനെയാണ് അനുഗ്രഹിക്കുന്നത്? വളരെ വിചിത്രമായിട്ടുള്ളതാണ് ഭഗവാന്റെ അനുഗ്രഹം. ആ അനുഗ്രഹം എന്താണ്, അതിൻ്റെ തത്വം എന്നൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. നമുക്ക് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ദ്വാവിംശതിതമോऽധ്യായഃ. ശ്രീശുക ഉവാച. ഹേമന്തേ പ്രഥമേ മാസി നന്ദവ്രജകുമാരികാഃ ചേരുർഹവിഷ്യം ഭുഞ്ജാനാഃ കാത്യായന്യർച്ചനവ്രതം. ശ്രീശുക ഉവാച. ഹേമന്തേ പ്രഥമേ മാസി നന്ദവ്രജകുമാരികാഃ ചേരുർഹവിഷ്യം ഭുഞ്ജാനാഃ കാത്യായന്യർച്ചനവ്രതം. സുഖബ്രഹ്മർഷി കഥ തുടരുകയാണ്. ഹേമന്തേ പ്രഥമേ മാസി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത്. അപ്പോൾ ഇതുവരെ കഴിഞ്ഞ അധ്യായം ശരത്കാലത്തെയാണ് വർണ്ണിച്ചുകൊണ്ടിരുന്നത്. ഭഗവാൻ ശരത്കാലത്തിൽ വൃന്ദാവനത്തിൽ വേണുഗാനം ചെയ്തതിൻ്റെ വർണ്ണനയായിരുന്നു. ശരത് ഋതു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഋതുവാണ് ഹേമന്തം. അപ്പോൾ വർഷം കഴിഞ്ഞു, 2 മാസം വർഷം, 2 മാസം ശരത്ത്, അല്ലേ? കന്നി തുലാം, നമ്മുടെ കേരളത്തിലെ കന്നി തുലാം മാസങ്ങൾ ശരത് ഋതു, വൃശ്ചികം ധനു മാസങ്ങൾ ഹേമന്തം എന്ന് പറയാം. മകരം കുംഭം ശിശിരം, പിന്നെ മീനം മേടം നമ്മുടെ അവിടെ കേരളത്തിൽ ഗ്രീഷ്മം, ഇടവം മിഥുനം വീണ്ടും വർഷം. അതിങ്ങനെ കേരളത്തിൻ്റെ ഇതിൽ തുടർന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ഹേമന്തേ പ്രഥമേ മാസി എന്ന് പറയുമ്പോൾ ഹേമന്ത ഋതു പ്രഥമ മാസം എന്ന് പറയുമ്പോൾ കാർത്തിക മാസം എന്ന് സംസ്കൃത മാസത്തിൽ പറയാം. തമിഴിലും കാർത്തികൈ എന്നാ പറയുക. നമ്മൾ കേരളത്തിൽ വൃശ്ചികം എന്ന് പറയുന്നു. കാർത്തിക നക്ഷത്ര ദിവസം പൗർണമി വരുന്നത് കൊണ്ടാണ് ചാന്ദ്രമാസത്തിൽ അതിന് കാർത്തിക മാസം എന്ന് പേര്. സൗരമാസം വൃശ്ചിക ലഗ്നത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്, വൃശ്ചിക രാശിയിലാണ് സൂര്യൻ നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് വൃശ്ചികം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും തമ്മിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഡേറ്റ്സൊക്കെ വ്യത്യാസം വരും. എന്തായാലും ഇവിടെ ഹേമന്തേ പ്രഥമേ മാസി എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കേരളത്തിൻ്റെ അടിസ്ഥാനത്തിൽ വൃശ്ചിക മാസത്തിൽ എന്ന് എടുക്കാം. അപ്പോൾ ഈ വൃശ്ചിക മാസത്തിൽ അല്ലേ നമ്മൾ കേരളീയർ വ്രതം ആരംഭിക്കേണ്ട മണ്ഡലവ്രതം, ശബരിമലയ്ക്ക് പോകാനുള്ള വ്രതം. അപ്പോൾ അതിൻ്റെ അതേ സമയത്ത് തന്നെയാണ് സ്ത്രീകൾക്ക് എടുക്കാവുന്നതായിട്ടുള്ള വ്രതമാണ്. പുരുഷന്മാരൊക്കെ മണ്ഡലവ്രതം എടുക്കുമ്പോൾ സ്ത്രീകൾ കാത്യായനി വ്രതം എടുക്കുക. വൃശ്ചികത്തിലുമാവാം ധനുവിലുമാവാം. അല്ലേ, ധനുമാസത്തിലും തിരുവാതിരയുണ്ട്. മഹാദേവന്റെ പിറന്നാളായി ആഘോഷിക്കുന്ന തിരുവാതിര, അതും വളരെ വിശേഷമാണ്. അപ്പോൾ ഈ മാസങ്ങൾ വൃശ്ചികം ധനു എന്നുള്ളതായിട്ടുള്ള മാസങ്ങൾ വ്രതങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള മാസങ്ങളാണ്. അപ്പോൾ ഹേമന്തേ പ്രഥമേ മാസി നന്ദവ്രജകുമാരികാഃ ചേരുർ ഹവിഷ്യം ഭുഞ്ജാനാഃ കാത്യായന്യർച്ചനവ്രതം.
നന്ദവ്രജ കുമാരികാഹ, നന്ദവ്രജം നന്ദഗോകുലം, ആ ഗോകുലത്തിലെ കുമാരികാഹ, അവിടെയുള്ള കുമാരികൾ. കുമാരികൾ എന്ന് പറയുമ്പോൾ വിവാഹം കഴിയാത്ത പെൺകുട്ടികൾ എന്ന് അർത്ഥം. അവരെല്ലാവരും തന്നെ, ഇനി കൂട്ടത്തിൽ മറ്റുള്ളവരും എടുത്തിട്ടുണ്ടാവും, തീർച്ചയായിട്ടും വിവാഹം കഴിഞ്ഞ സ്ത്രീകളും ഉണ്ടാവാം. എന്തായാലും നന്ദവ്രജ കുമാരികാഹ ഹവിഷ്യം പുഞ്ചാനാഹ, അവരെങ്ങനെയാണ് വ്രതം അനുഷ്ഠിച്ചത് എന്ന് സൂചിപ്പിക്കുകയാണ്. ഹവിഷ്യം പുഞ്ചാനാഹ, ഹവിസ് അല്ലെങ്കിൽ ഹവിഷ്യം എന്ന് പറയുന്നത് ഭഗവാന് ആരാധിക്കപ്പെടുന്നതായിട്ടുള്ള അന്നത്തിൻ്റെ അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ പ്രസാദം, അതിനെ പ്രസാദമായിട്ട്, അപ്പോൾ ഭഗവാന് നിവേദിച്ച ശേഷം അതിനെ പ്രസാദമായി ഭുജിക്കുന്നു അല്ലേ. അപ്പോൾ നമ്മൾ വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുമ്പോൾ വയറ് നിറച്ച് കഴിക്കില്ല. അരി ഭക്ഷണം കേരളീയർ പൊതുവെ ഒഴിവാക്കും. കാരണം നമ്മുടെ മെയിൻ കോഴ്സ് എന്ന് പറയുന്നത് അരിയാണ്. അപ്പോൾ അരിയെ ഒഴിവാക്കും. ഇപ്പോൾ വടക്കേന്ത്യയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അവർ ചാമ അല്ലെങ്കിൽ തിന മുതലായിട്ടുള്ള ധാന്യങ്ങളെ കൊണ്ട് ചോറൊക്കെ വയ്ക്കും. ഇവിടെ വടക്കേന്ത്യയിലൊക്കെ എല്ലാ വ്രതത്തിനും കൂടുതലായിട്ട് ഈ ജൗവരി എന്ന് പറയുന്ന സാധനമാണ്. അതിന് പേര് പറയുക, നമ്മളൊക്കെ അവിടെ ആശ്രമങ്ങളിൽ പോയാലും കിട്ടും. പെട്ടെന്ന് പേര് ഓർമ്മ വരില്ല. വടക്കേന്ത്യയിൽ ജൗവരി ഉപ്പുമാവ് വളരെ സാബൂദാന. സാബൂദാന. താങ്ക് യു. അപ്പോൾ ദാന എന്നുള്ളത് ധാന്യം എന്നുള്ള അർത്ഥത്തിലാണ് അത്. സാബൂദാന, ജൗവരി അല്ലേ, സൗ അരി, സാബൂദാന. നല്ല അരിയാണത്, ആരോഗ്യത്തിന് നല്ലതാണ്, വയറിന് നല്ലതാണ്, എല്ലാം കൊണ്ടും നല്ലതാണ് എന്നർത്ഥം. അപ്പം അങ്ങനെയുള്ള ധാന്യങ്ങളെ കൊണ്ടാണ് ഭഗവാന്, അല്ലെങ്കിൽ ഇവിടെ ഭഗവതിയാണ്, കാർത്യായനി പൂജയാണ്, കാർത്യായനി ദേവിക്ക് ഭദ്രകാളിക്ക് സമർപ്പിച്ച ശേഷം അത് അവരുടെ ഭക്ഷണമാക്കി അവർ വ്രതത്തിനായിട്ട് ഉപയോഗിക്കുന്നു, വ്രതഭക്ഷണമായിട്ട്. അപ്പോൾ ലളിതമായിട്ടുള്ള ഭക്ഷണം, അതാണ് അവിടെ ഹവിഷ്യം പുഞ്ചാനാഹ എന്ന് പറയുന്നത്. ഒരു നേരം കഴിക്കുക എന്നൊക്കെ നമ്മൾ പറയും പോലെ അവർ അത്രയും ലഘുവായിട്ട് കഴിച്ചുകൊണ്ട് ഭഗവതിക്ക് അർച്ചിച്ച ശേഷം അതിനെ പ്രസാദമായി ഭുജിക്കുന്നു. അപ്പം നന്ദഗോപവ്രജ കുമാരികാഹ, നന്ദവ്രജ കുമാരികാഹ ഹവിഷ്യം പുഞ്ചാനാഹ കാർത്യായനി അർച്ചന വ്രതം ചേരുഹു എന്ന് പറഞ്ഞാൽ ചരിച്ചു എന്നുള്ളതാണ്. ചചാര എന്ന ഏകവചനം, അതിൻ്റെ ബഹുവചനമാണ് കുമാരികാഹ, ബഹുവചനമായതുകൊണ്ട് ചേരുഹു, ചരിച്ചു എന്ന്. എല്ലാവരും ചരിച്ചു, ആ കുമാരിമാരെല്ലാവരും ഈ വ്രതത്തെ ചരിച്ചു. എന്താണ്? കാർത്യായനി അർച്ചന വ്രതം, കാർത്യായനി ദേവിയെ അർച്ചിക്കുന്നതായിട്ടുള്ള വ്രതം. അപ്പോൾ ദേവി ദുർഗ തന്നെയാണ്, ഭദ്രകാളി അല്ലെങ്കിൽ കാർത്യായനി എന്നറിയപ്പെടുന്നത്. കാർത്യായനൻ എന്ന മഹർഷിയുടെ മകളായി ഭാവിച്ചതുകൊണ്ടാണ് അദ്ദേഹത്താൽ എന്താ പറയുക, ശാന്തയാക്കപ്പെട്ടു. തൻ്റെ മകളെ പോലെ വാത്സല്യപൂർവം ആ മഹിഷാസുര വധം ചെയ്ത് കോപിച്ചിരിക്കുന്നതായിട്ടുള്ള ദേവിയെ കാർത്യായനൻ എന്ന ഋഷി സന്തോഷിപ്പിച്ച് തൻ്റെ ഗൃഹത്തിൽ വെച്ച് എന്താ പറയുക, വരുത്തി പൂജിച്ച് ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കൊടുത്ത് ശാന്തയാക്കി. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകളായിട്ടുള്ള ഭാവം, അങ്ങനെ കാർത്യായനി എന്ന് ദേവിക്ക് പേര് വന്നു. അപ്പോൾ സാക്ഷാൽ ദുർഗ തന്നെയാണ് ഭദ്രകാളി എന്നും കാർത്യായനി എന്നും ഒക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ കാർത്യായനി ദേവിയെ അർച്ചിക്കുന്നതായിട്ടുള്ള വ്രതം മഹാമായ തന്നെയാണ്. നമ്മൾ പ്രാർത്ഥനയിൽ കാണാമല്ലോ, കാർത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ കുരുതേ നമ എന്നാണ് പ്രാർത്ഥന. അപ്പോൾ കാർത്യായനി അർച്ചന വ്രതം, ആ യോഗമായാദേവിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ ഭഗവാനെ കിട്ടുകയുള്ളൂ. അവിദ്യ നീങ്ങിയാലേ വിദ്യയുണ്ടാവുകയുള്ളൂ. വിദ്യയുണ്ടായാലേ
ഭഗവത് സാക്ഷാത്കാരം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ദേവിയുടെ അനുഗ്രഹം കിട്ടിയാലേ എല്ലാ തടസ്സങ്ങളും മറവുകളും ആവരണങ്ങളും നീങ്ങി ഭഗവത് ചൈതന്യം പ്രകാശിക്കുകയുള്ളൂ. അപ്പൊ എല്ലാവരും ഭഗവാനെ സ്വന്തമാക്കണം എന്നുള്ളവർ ഭഗവതിയെയും ഭജിക്കേണ്ടതാണ് എന്നുകൂടെ ഭാഗവതം തന്നെ കാണിച്ചു തരുന്നു. ഇനിയും നമ്മൾ രുക്മിണി സ്വയംവരത്തിലും രുക്മിണി ദേവിയും തൻ്റെ കുലദേവതയെ ചെന്ന് പ്രാർത്ഥിക്കുന്നതും അല്ലേ, അംബികാദേവിയെ പ്രാർത്ഥിക്കുന്ന ആ സന്ദർഭവും നമുക്കറിയാം. അപ്പോൾ ഭഗവാനെ ഭർത്താവായി കിട്ടണമെങ്കിൽ, ഭഗവാനെ നാഥനായി ലഭിക്കണമെങ്കിൽ ഭഗവതിയുടെ അനുഗ്രഹം കൂടി വേണം, യോഗമായാദേവിയുടെ അനുഗ്രഹം കൂടി വേണം. അപ്പം എന്തായാലും ഇവർക്ക് ആ ഒരു അറിവുണ്ടായി. കാത്യായനിയെ അർച്ചിച്ചാൽ കാത്യായനി ദേവിയുടെ അനുഗ്രഹവും ഭഗവാന്റെ അനുഗ്രഹവും ഉണ്ടാകും എന്ന് കരുതി ഹവിഷ്യം പുഞ്ചാനാഹ കാത്യായന്യ അർച്ചന വ്രതം ചേരുഹു. തുടർന്ന് ആപ്ലുത്യാംബസി കാളിന്ത്യ ജലാന്തേ ചോദിതേ അരുണേ കൃത്വാ പ്രതികൃതിം ദേവീം ആനർച്ചു നൃപസൈകതീം. ആപ്ലുത്യാംബസി കാളിന്ത്യ ജലാന്തേ ചോദിതേ അരുണേ കൃത്വാ പ്രതികൃതിം ദേവീം ആനർച്ചു നൃപസൈകതീം. അപ്പൊ എങ്ങനെയാണ് ആ കുമാരിമാര് ദേവിയെ അർച്ചിച്ചത് എന്ന് വർണ്ണിക്കുകയാണ്. ഹേ നൃപ എന്ന് രണ്ടാമത്തെ വരിയില് സംബോധന രാജാവിനെ, അല്ലയോ രാജാവേ. ആപ്ലുത്യ അംബസി കാളിന്ത്യാഹ ജലാന്തേ ചോദിതേ അരുണേ. അരുണേ ച ഉദിതേ എന്നാണ്. ചോദിതേ എന്ന് പറഞ്ഞാൽ ച ഉദിതേ. ഉദിതേ ഉദിതേ ഉദിച്ചിരിക്കുമ്പോൾ. ആരുദിച്ചിരിക്കുമ്പോൾ? അരുണേ ഉദിതേ. അരുണനെ ഉദിച്ചിട്ടുള്ളൂ, സൂര്യൻ ഉദിച്ചിട്ടില്ല. സൂര്യന്റെ മുമ്പേ വരുന്നതാണ് അരുണൻ, അല്ലെ? സൂര്യന്റെ സാരഥിയാണ് അരുണൻ എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ ആ അരുണവർണ്ണമാണ് ആദ്യം സൂര്യോദയത്തിൽ നമ്മൾ കാണുക. സൂര്യോദയത്തിന് മുമ്പ് എന്ന് സൂചിപ്പിക്കാനാണ് അരുണേ ഉദിതേ എന്ന് എടുത്തു പറഞ്ഞത്. അരുണോദയത്തിൽ അല്പം വെളിച്ചം കിട്ടണം, അല്ലെ? ആകാശ വെളിച്ചം അല്പം കിട്ടണം. അതൊരു ചുവന്ന വെളിച്ചമായിരിക്കും. അതാണ് അരുണന്റെ ഉദയം. അങ്ങനെ അരുണേ ഉദിതേ സതി അംബസി ആപ്ലുത്യ. ആപ്ലുത്യ അംബസി. അംബസി ജലത്തിൽ ആപ്ലുത്യ മുങ്ങിയിട്ട്, സ്നാനം ചെയ്തിട്ട് എന്നൊക്കെ അർത്ഥം. ഏതിന്റെ? കാളിന്ത്യാഹ ജലാന്തേ. അപ്പൊ കാളിന്ത്യാഹ അംബസി എന്നും എടുക്കാം. കാളിന്തിയുടെ വെള്ളത്തിൽ മുങ്ങിയിട്ട് അതിന്റെ തന്നെ കാളിന്ത്യാഹ ജലാന്തേ. ജലാന്തം എന്ന് പറഞ്ഞാൽ കരയില്, ജലം അവസാനിക്കുന്ന സ്ഥാനം കരയാണ്, തടമാണ്, തീരമാണ്. ആ ജലാന്തേ സൈകതീം പ്രതികൃതിയും കൃത്വ. പ്രതികൃതി എന്ന് പറഞ്ഞാൽ പ്രതിമ തന്നെയാണ്. പ്രതികൃതി എന്ന് പറഞ്ഞാല് പൂജിക്കാനൊരു ആലംബനം. അപ്പൊ മണൽ കൊണ്ട് സൈകതീം, സൈകതം എന്ന് പറഞ്ഞാൽ മണലാണ്. സൈകതം കൊണ്ട് നിർമ്മിച്ച പ്രതിമയെ സൈകതീം എന്ന് പറയുന്നു. അപ്പൊ മണൽ കൊണ്ടുള്ളതായിട്ടുള്ള പ്രതികൃതിം, പ്രതിമയെ, ബിംബത്തെ അവര് കാത്യായനി ദേവിയുടെ ഭദ്രകാളിയുടെ രൂപത്തെ മണൽ കൊണ്ട്, നനച്ച മണൽ കൊണ്ട് ശുദ്ധമായിട്ട് അവര് നിർമ്മിക്കും, രൂപമുണ്ടാക്കും. അന്നന്നാള് പൂജിക്കാൻ വേണ്ടി അന്നന്നാളുണ്ടാക്കും. അന്നന്നാള് ആവാഹനം ഉദ്വാസനം രണ്ടും കഴിക്കും. പൂജ കഴിഞ്ഞാൽ അതിനെ ഉദ്വാസനം ചെയ്ത് ആ രൂപത്തെ മാച്ചിട്ട് അവർ വരും. അപ്പോ ഓരോ ദിവസവും അങ്ങനെ കുളി കഴിഞ്ഞ് കരയിൽ വെച്ച് ആ കാളിന്തി തീരത്ത് തന്നെ സൈകതീം പ്രതികൃതിയും കൃത്വ മണൽ കൊണ്ടുള്ള പ്രതിമയെ നിർമ്മിച്ചിട്ട് ദേവിയും ആ നർച്ചുഹു, ദേവിയെ നല്ലതുപോലെ അർച്ചിച്ചു. ദേവി ആരാധന അവർ ചെയ്യുകയാണ്. എങ്ങനെയൊക്കെയാണ് പൂജിച്ചത്? ഗന്ധൈർമാല്യൈഹി സുരഭിഭിഹി ബലിഭിർധൂപദീപകൈഹി ഉച്ചാവചൈശ്ചോപഹാരൈഹി പ്രവാളഫലതണ്ടുലൈഹി. ഗന്ധൈർമാല്യൈ സുരഭിഭിഹി ബലിഭിഹി ധൂപദീപകൈഹി ഉച്ചാവചൈശ്ചോപഹാരൈഹി പ്രവാളഫലതണ്ടുലൈഹി. ഗന്ധൈഹി നല്ല ചന്ദനം മുതലായിട്ടുള്ള ഗന്ധങ്ങൾ അർച്ചിക്കുന്നുണ്ട്. പൃഥ്വീ തത്വമാണ് ഗന്ധം, അല്ലേ? അപ്പൊ ഗന്ധം സമർപ്പിക്കുന്നു. സുരഭിഭിഹി മാല്യൈഹി,
നല്ല സൗരഭ്യമുള്ള സുരഭിയുള്ളതായിട്ടുള്ള മാല്യങ്ങൾ, പൂക്കളും പൂമാലകളും ദേവിക്ക് ചാർത്തുന്നു, അർച്ചിക്കുന്നു. അപ്പോൾ മാല്യൈഹി, മാലകൾ കൊണ്ട്, ആകാശതത്വമായിട്ടുള്ള പുഷ്പമാലകൾ കൊണ്ടും, ബലിഭിഹി, ബലികൾ എന്ന് പറഞ്ഞാൽ നിവേദ്യാദികൾ, അമൃതതത്വം അഥവാ ജലതത്വം. അപ്പോ ബലിഭിഹി ധൂപദീപകൈഹി, ധൂപം വായുതത്വം, ദീപം അഗ്നിതത്വം. അപ്പോൾ പഞ്ചഭൂതങ്ങളെ ഭഗവാന് തന്നെ തിരിച്ച് സമർപ്പിക്കുന്നതാണ് ഈ പഞ്ചോപചാര പൂജ. ഇവിടെ പഞ്ചോപചാര പൂജയാണ് അവർ ദിവസവും ചെയ്തിരുന്നത്. അവർക്ക് അറിയും പോലെ അവരും ചെറിയ രീതിയിലൊക്കെ പൂജ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ അമ്മമാരെ പോലെ തന്നെ. അവർക്ക് ആ സംസ്കാരമൊക്കെ ഉണ്ട്. നമ്മൾ വടക്കേന്ത്യയിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ ക്ഷേത്രങ്ങളിലും സ്ത്രീകൾ തന്നെ വന്ന് പൂജ ചെയ്യുന്നത് കാണാം. അവർ തന്നെ വീട്ടിൽ നിന്ന് നിവേദ്യം ഉണ്ടാക്കി കൊണ്ടുവരും. അല്ലെങ്കിൽ സ്വീറ്റ് ഷോപ്പിൽ നിന്നൊക്കെ അല്ലെ മിഠായി വാങ്ങിച്ചിട്ട് ജിലേബി, ലഡു, മൈസൂർ പാവ് ഒക്കെ കൊണ്ടുവന്നിട്ട് ആ ഭഗവാന്റെ മുമ്പിൽ വെച്ച് അവർ തന്നെ ചന്ദനത്തിരിയും മറ്റുമൊക്കെ ഒഴിഞ്ഞ് കാണിച്ച് പുഷ്പങ്ങളെ കൊണ്ട് അർച്ചനയൊക്കെ ചെയ്ത് അവർ തന്നെ പൂജയൊക്കെ ചെയ്യുന്ന സ്ഥാനങ്ങൾ ധാരാളമുണ്ട്. മുളത്തിനുണ്ട് എന്ന് പറയാം. വലിയ ക്ഷേത്രങ്ങളിൽ മാത്രമേ പൂജകന്മാരുണ്ടാവുള്ളൂ. സ്ഥിരമായിട്ട് പൂജകന്മാരുള്ളത് മഹാക്ഷേത്രങ്ങളിലേ ഉണ്ടാവുള്ളൂ. അല്ലാത്തിടങ്ങളിലൊക്കെ ഇവർ തന്നെ പൂജിക്കാം, ചെല്ലുന്ന സ്ത്രീകൾ തന്നെ പൂജിക്കാം. അപ്പൊ അതൊക്കെ അവർക്ക് സംസ്കാരത്തിലേ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. നമ്മുടെ ഇവിടെ കേരളത്തിൽ അതൊന്നും അനുവദിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമ്മുടെ ആൾക്കാർക്ക് പൂജയും അറിയില്ല, പേടിയുമാണ്. അവര് വൃക്ഷങ്ങൾക്ക് വരെ നിത്യവും പൂജ ചെയ്യുന്നവരാണ്. ആല്, വേപ്പ് അതുപോലെയുള്ളതായിട്ടുള്ള മഹാവൃക്ഷങ്ങളൊക്കെ ഉണ്ട് അവിടെ. നെല്ലി വൃക്ഷം, നെല്ലിയിലൊക്കെ മഹാലക്ഷ്മിയെ തന്നെ അവർ കണ്ടുകൊണ്ട് പൂജിക്കുന്നത് കാണാം. അപ്പോൾ ആ വസ്ത്രമൊക്കെ വൃക്ഷങ്ങൾക്ക് ചുറ്റി നിവേദ്യമൊക്കെ സമർപ്പിച്ചുകൊണ്ട്, കർപ്പൂരം കത്തിച്ചുകൊണ്ട് ഒക്കെ ദിവസവും വന്ന് പൂജിക്കുന്നതായിട്ടുള്ള ആളുകൾ വടക്കേന്ത്യയിൽ ഇഷ്ടം പോലെ കാണാം. അപ്പോൾ ആ സംസ്കാരം ഇവിടെയും ഉണ്ടാവട്ടെ. ഇപ്പോൾ മഹാക്ഷേത്രങ്ങളിലൊന്നും ചെന്ന് ഇടിച്ചു കയറി ഞങ്ങൾക്ക് പൂജ ചെയ്യണമെന്ന് പറയേണ്ട. അല്ലാതെ കിടക്കുന്നതായിട്ട് ഒഴിഞ്ഞു കിടക്കുന്ന പല സ്ഥാനങ്ങളും ഉണ്ടാവും. അല്ലെങ്കിൽ അവനവൻ്റെ വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്, ചെയ്യേണ്ടതാണ്. വീട്ടിൽ ചെയ്യുമ്പോഴാണ് അതിന് കൂടുതൽ മഹത്വമുള്ളത്, ഐശ്വര്യമുള്ളത്. വീട്ടിലേക്ക് ഐശ്വര്യം വരിക, കുട്ടികൾ കണ്ടുപഠിക്കും, ആ സംസ്കാരം വീട്ടിൽ നിലനിൽക്കും. അപ്പൊ ഗന്ധൈർമാല്യൈസുരവിഭിഃ ബലിഭിർധൂപദീപകൈഃ ഉച്ചാവചൈശ്ച ഉപഹാരൈഃ പ്രവാളഫലതണ്ഡുലൈഃ. ധൂപദീപകൈഃ, ധൂപദീപങ്ങളും, ഉച്ചാവചൈഃ ഉപഹാരൈഃ, ഉച്ചങ്ങളും അവചങ്ങളും. ഉച്ചങ്ങൾ ശ്രേഷ്ഠങ്ങൾ അല്ലെങ്കിൽ നല്ലത്, വലുത്. അവചങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറുത്, അല്പമായത്, ഗുണം കുറഞ്ഞത് എന്നൊക്കെ അർത്ഥം. ഓരോരുത്തർക്കും അവരവർക്ക് എന്തെന്ത് ഉണ്ടാക്കാൻ പറ്റുമോ അങ്ങനെയുള്ളതായിട്ടുള്ള ബഹുവിധങ്ങളായിട്ടുള്ള എടുത്താൽ മതി. ഭഗവാന്റെ മുമ്പിൽ അവചങ്ങളൊന്നുമില്ല, എല്ലാം വിവിധങ്ങൾ അല്ലേ. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി തദഹം ഭക്തിയുപഹൃതമസ്നാമി പ്രയതാത്മനഃ. അപ്പോൾ ബഹുവിധങ്ങളായ ഉപഹാരങ്ങളെ കൊണ്ട്, അതുപോലെ പ്രവാള ഫല തണ്ടുലൈഹി, പ്രവാളങ്ങൾ എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങളുടെ തളിരുകൾ, ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ കായ്കൾ, പഴങ്ങൾ, തണ്ടുലങ്ങൾ എന്നാൽ ധാന്യങ്ങൾ. അപ്പോൾ ഇളം തളിരുകൾ കൊണ്ട്, അല്ലെങ്കിൽ പഴങ്ങളോ കായ്കളോ കൊണ്ട്, അല്ലെങ്കിൽ പല ധാന്യങ്ങളെ കൊണ്ടൊക്കെ പല നിവേദ്യങ്ങൾ ഉണ്ടാക്കി അവര് വേണമെങ്കിൽ കാളിന്തി തീരത്ത് തന്നെ അടുപ്പ് കൂട്ടാനൊക്കെ അവർ വ്യവസ്ഥയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. പണ്ടൊക്കെ പല ക്ഷേത്രങ്ങളിലും ഓരോരുത്തരുടെയും പരദേവതാ ക്ഷേത്രങ്ങളിൽ കുടുംബമായിട്ട് പോയിട്ട് അവരവർ തന്നെ പാകം ചെയ്ത് പായസമൊക്കെ ഉണ്ടാക്കി പൊങ്കാല പോലെ ഉണ്ടാക്കിയിട്ട് അവിടെ അവരവർ തന്നെ നിവേദിക്കുന്നതായിട്ടുള്ള സമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതൊക്കെ വലിയ വലിയ പൂജാരിമാരെ ഏറ്റെടുത്തു. ഇന്ന് വലിയ വലിയ ക്ഷേത്ര സംരക്ഷണ സമിതികളും അതോടൊപ്പം തന്നെ വലിയ പൂജകന്മാരും ഒക്കെ ഏറ്റെടുത്തത് കൊണ്ട് ഇപ്പോൾ അതിനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. മറ്റത് കുടുംബമായിട്ട് ചെന്ന് രാവിലെ നേരത്തെ ചെല്ലും, പാത്രങ്ങളും വിറകും ഒക്കെ കൊണ്ടുപോകും. ഞാനൊക്കെ കുട്ടിക്കാലത്ത് പോയിട്ടുള്ളത് ഇഷ്ടം പോലെ. അപ്പോൾ നമ്മൾ തന്നെ എല്ലാം കൊണ്ടുപോകണം, തീപ്പെട്ടി അടക്കം കൊണ്ടുപോകണം. ചിലപ്പോൾ അവിടെ വിളക്ക് പോലും ഉണ്ടാവില്ല നമ്മുടെ
ക്ഷേത്രങ്ങളിൽ ഇതുപോലെ വല്ലവരും വന്ന് വിളക്ക് വെച്ചാലേ ഉള്ളൂ. അപ്പോൾ എല്ലാം കർപ്പൂരം, ചന്ദനത്തിരി, തിരി, എണ്ണ എല്ലാം കൊണ്ടുപോയി നമ്മൾ തന്നെ പാചകം ചെയ്ത് നമ്മൾ തന്നെ നിവേദിക്കുക. അപ്പം അങ്ങനെയുള്ള വ്യവസ്ഥകളൊക്കെ പണ്ടുണ്ടായിരുന്നു. ഇതെല്ലാം വലിയ ക്ഷേത്രങ്ങളായി, കാവുകളൊക്കെ മാറി ക്ഷേത്രങ്ങളാക്കി മാറ്റി. അതോടുകൂടി ആ ജനകീയമായിട്ടുള്ള പലതും നഷ്ടപ്പെട്ടു കാലം കൊണ്ട്. ഇപ്പോഴും ചില ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ട്, നാട്ടിൻപുറങ്ങളിൽ അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ ഉണ്ട്. ഇപ്പം എല്ലായിടത്തും എന്താ പറയുക, സോക്കോൾഡ് ബ്രാഹ്മണർ നിവേദിച്ചാലേ ദേവിക്ക് ഇഷ്ടമാവുള്ളൂ എന്നുള്ള മാതിരി ആക്കിയെടുത്തു. ഓരോരുത്തരും അവരവരുടെ മനസ്സോടുകൂടി ഭക്തിയോടുകൂടി കൊടുക്കുന്നതിന് ദേവിക്കുണ്ടായിരുന്ന ഇതൊക്കെ മാറ്റി. എന്താവട്ടെ, അപ്പം ഇങ്ങനെ അവിടെ തന്നെ തീരത്ത് തന്നെ പാചകം ചെയ്യാനുള്ള വ്യവസ്ഥയൊക്കെ ഉണ്ടാകും എന്ന് പറയാം. അവർ തന്നെ വിറകൊക്കെ സംഘടിപ്പിച്ച് അടുപ്പൊക്കെ കൂട്ടി അവർ തന്നെ പാചകം ചെയ്യാം. എന്നിട്ട് അതാണ് ധാന്യങ്ങളൊക്കെ പറഞ്ഞത്. പ്രവാള ഫലതണ്ടുലൈഹി ഇങ്ങനെയുള്ള ഇതൊക്കെ കൊണ്ടുവന്ന് ദേവിക്ക് പൂജ ചെയ്യും. ഗന്ധൈർമാല്യൈസുരഭിഭിഃ ബലിഭിർധൂപദീപകൈഃ ഉച്ഛാവചൈശ്ച ഉപഹാരൈഃ പ്രവാളഫലതണ്ടുലൈഃ. അപ്പോൾ കാളിന്തി തീരത്ത് ഇതെല്ലാം കിട്ടുകയും ചെയ്യും. വീട്ടിൽ നിന്ന് അത്യാവശ്യം വേണ്ട പാത്രങ്ങളോ അങ്ങനെയുള്ളതൊക്കെ ദിവസം ഓരോരുത്തരും ഓരോന്ന് കൊണ്ടുപോയാൽ മതി. ബാക്കിയുള്ളതൊക്കെ അവിടെ തന്നെ തീരത്ത് തന്നെ കിട്ടുന്നതുമായിരിക്കും. അത് വെച്ചിട്ടാണ് അവർ കുളി കഴിഞ്ഞിട്ടാണ് ഇതെല്ലാം സംഭരിക്കുക, പൂക്കളെല്ലാം പറിക്കുക, അതെല്ലാം ചെയ്ത് പൂജ ചെയ്യും. എന്താണ് അവർ പ്രാർത്ഥിച്ചത്? കാത്യാജനി മഹാമായേ മഹായോഗിന്യദീശ്വരി നന്ദഗോപസുതം ദേവി പതിം മേ കുരുതേ നമഃ. കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിം മേ കുരുതേ നമഃ. കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിം മേ കുരുതേ നമഃ. ഇതി മന്ത്രം ജപന്ത്യസ്താഃ പൂജാം ചക്രുഃ കുമാരികാഃ. ഇതി മന്ത്രം ജപന്ത്യഃ താഃ പൂജാം ചക്രുഃ കുമാരികാഃ. ഇതി മന്ത്രം ജപന്ത്യഃ ഈ പ്രകാരമുള്ളതായിട്ടുള്ള മന്ത്രത്തെ ജപിക്കുന്നവരായിട്ട് താഹ കുമാരികാഃ ആ കുമാരികമാർ, ഗോപികമാർ പൂജാം ചക്രുഃ പൂജയെ ചെയ്തു. അപ്പോൾ ഏത് മന്ത്രം? ഇതി മന്ത്രം എന്ന് പറഞ്ഞത് മുകളിലുള്ളതായിട്ടുള്ള 2 വരി മന്ത്രം. കാത്യായനി മഹാമായേ മഹായോഗിനി അധീശ്വരി ദേവി. 5 സംബോധന. ദേവിയെ സംബോധന ചെയ്യുന്നതാണ് കാത്യായനി മഹാമായേ മഹായോഗിനി അധീശ്വരി ദേവി. എന്താ പിന്നെ പ്രാർത്ഥന? ദേവിയുടെ സംബോധന കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥനയാണ്. നന്ദഗോപസുതം പതിം മേ കുരു. ഇതാണ് പ്രാർത്ഥന. നന്ദഗോപസുതം മേ പതിം കുരു. നന്ദഗോപസുതനെ, നന്ദഗോപതനയനായ കൃഷ്ണനെ മേ പതിം കുരു. നന്ദഗോപപുത്രനെ ഞങ്ങൾക്ക് പതിയായി ചെയ്യൂ. പൂജ ഗുരുവിൽ നിന്ന് പഠിച്ച് ചെയ്യുന്നത് ഉത്തമം. നന്നായി പഠിച്ച് നന്നായി ചെയ്യാം. അതല്ലാതെ അച്ഛനമ്മമാരൊക്കെ ഗുരുക്കന്മാർ തന്നെയാണ്. നമ്മുടെ ഗൃഹത്തില് മുതിർന്നവര് ഏത് സമ്പ്രദായത്തിലാണോ പൂജ ചെയ്യുന്നത് ആ ലളിതമായിട്ടുള്ള സമ്പ്രദായം ആദ്യം പഠിക്കുക. അവരും ഗുരുക്കന്മാരാണ്. ഗുരു എന്നാൽ മുതിർന്നവർ എന്ന് തന്നെയാണ് അർത്ഥം. നമ്മളെക്കാൾ അറിവുള്ളവർ, നമ്മളെക്കാൾ അനുഭവമുള്ളവർ ഒക്കെ ഗുരുക്കന്മാരാണ്. അപ്പം അച്ഛനമ്മമാർ ഉപദേശിച്ചാലും മതി. അവർക്ക് അറിവുണ്ട്, അവർ ചെയ്യുന്നുണ്ട്, സംസ്കാരമുണ്ട് എങ്കിൽ സന്തോഷം. അപ്പം അങ്ങനെയുള്ള അച്ഛനമ്മമാരിൽ നിന്ന് സ്വീകരിക്കാം. അവർ ചെയ്യുന്ന സമ്പ്രദായത്തിൽ ആദ്യം ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് കൂടുതൽ അതിൻ്റെ മന്ത്രങ്ങളും അതിൻ്റെ വിധികളും ഒക്കെ വിസ്തരിച്ച് പഠിക്കണമെങ്കിൽ
അത് കുറച്ച് കമ്മിറ്റഡ് ആയിട്ട് ഗുരുക്കന്മാരെ ചെന്ന് കാണുക, എന്നിട്ട് അവരുടെ കീഴിൽ നിന്നുകൊണ്ട് വിസ്തരിച്ച് പഠിക്കുക. അതിന്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ശ്രദ്ധയോടെ പഠിക്കാനും, പഠിച്ചാൽ മാത്രം പോരാ, അഭ്യസിച്ചാലേ ഓർമ്മയുണ്ടാവുള്ളൂ. എല്ലാ പൂജകളും അതിന്റെ മുദ്രകളും കാര്യങ്ങളും ഒക്കെ അംഗന്യാസം, കരന്യാസം ഇത്യാദികളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാം തന്നെ നമ്മൾ സ്ഥിരം ചെയ്താൽ മാത്രമേ അത് വേണ്ട പോലെ ഒഴുക്കായിട്ട് വരുള്ളൂ, ഓർമ്മ വരുള്ളൂ. അതല്ലെങ്കിൽ വല്ലപ്പോഴും ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ തപ്പുന്നൊക്കെ ആവും. ഏത് കഴിഞ്ഞിട്ട് ഏത് എന്നുള്ള ആ ഒരു ഓർഡറൊക്കെ മറന്നു പോകും. അപ്പോൾ ആ ഓർഡർ എപ്പോഴും ഫ്ലൂവൻ്റ് ആയിട്ട് വരണമെങ്കിൽ, സ്വാഭാവികമായി ഒഴുകി വരണമെങ്കിൽ നിത്യവും അഭ്യസിക്കുകയും വേണം. അപ്പോൾ വെറുതെ പഠിച്ചു വെച്ചതുകൊണ്ട് മാത്രമായില്ല, ഇടയ്ക്കൊക്കെ വിശേഷ ദിവസങ്ങളിലെങ്കിലും ആഴ്ചയിൽ ഒരു 2 പൂജയെങ്കിലും ചെയ്ത് ശീലിക്കുക. അപ്പോൾ ഓർമ്മ വരുമല്ല. അല്ല നിത്യവും ചെയ്താൽ ഉത്തമം. അപ്പോൾ അതൊക്കെ പഠിക്കുന്നതൊക്കെ നല്ലതാണ്. പഠിക്കാനും ഇപ്പോൾ ധാരാളം അവസരങ്ങളും ഉണ്ട്. ഇപ്പോൾ ഓൺലൈനായിട്ട് തന്നെ ഇഷ്ടം പോലെ പലരും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. വീട്ടിലിരുന്ന് തന്നെ പഠിക്കാം, വീട്ടിൽ തന്നെ എല്ലാ സാമഗ്രികളും ഒരുക്കാം, അല്ലെ? വീഡിയോയിലൂടെ കണ്ടുകൊണ്ട് പൂജ പഠിക്കാനുള്ള വ്യവസ്ഥകളൊക്കെ ഉണ്ട്. എങ്കിലും എപ്പോഴെങ്കിലും നേരിൽ വെച്ച് ഗുരുവിൽ നിന്ന് അതിലെന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിച്ച് മനസ്സിലാക്കിച്ച് കറക്റ്റ് ചെയ്യേണ്ടതാണ്. ഓൺലൈനിൽ പഠിച്ചതുകൊണ്ട് പൂർണ്ണമാവില്ല. അത് കറക്റ്റ് ചെയ്യാൻ ഒരു ഗുരുവിന്റെ മുമ്പിൽ, ആ പഠിപ്പിച്ച ഗുരുവിന്റെ മുമ്പിൽ ഒരിക്കലെങ്കിലും ഒരു പൂജ ചെയ്ത് നോക്കാം. നാരായണ. അപ്പോ നന്ദഗോപ സുതനെ മേ പതിം കുരു, എന്റെ ഭർത്താവാക്കി ചെയ്യൂ, ഇതാണ് പ്രാർത്ഥന. അത് കഴിഞ്ഞ് തേ നമഃ, ഇത് നമസ്കാരം. പ്രാർത്ഥന നമസ്കാര പൂർവങ്ങളാണ് ഈ പൂജകളൊക്കെ എന്ന് പറയുക. ഈ പൂജ കഴിഞ്ഞ് അവസാനം ചെയ്യുന്നതാണ് പ്രാർത്ഥനയും, അത് കഴിഞ്ഞ് നമസ്കാരവും. അങ്ങനെ പ്രാർത്ഥന നമസ്കാരങ്ങളോടുകൂടെ. അപ്പൊ എന്താണ് അവസാനത്തെ പ്രാർത്ഥന? നമസ്കാരം. ആദ്യം പൂജ ദേവിക്ക് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് ദേവി പ്രസാദിച്ചു എന്ന് കരുതിക്കൊണ്ട് പ്രസാദിച്ച ദേവിയോട് നമ്മുടെ അഭിലാഷം പറയുകയാണ്, നമ്മുടെ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. ഇന്നതാണ് എനിക്ക് പ്രാർത്ഥനയായിട്ട് അവിടുത്തെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത്, അത് സാധിച്ചു തരണം. അതിന് ദാ അമ്മയ്ക്ക് നമസ്കാരം എന്ന് പറഞ്ഞ് അവസാനം ഒരു നമസ്കാരം, തേ നമ. അപ്പൊ ദേവിയെ സംബോധന ചെയ്തത് എന്തൊക്കെയാണ്? ഹേ കാത്യായനി, അല്ലയോ കാത്യായനി ദേവി, മഹാമായേ, മഹാമായയായിരിക്കുന്നവനെ, മായയായിരിക്കുന്നവളെ, മഹായോഗിനി, അല്ലയോ മഹായോഗേശ്വരിയായിരിക്കുന്നവളെ, എല്ലാ യോഗങ്ങളുടെയും ഫലത്തെ നൽകുന്നവളെ, അധീശ്വരി, ഈ ലോകത്തിന്റെ മുഴുവൻ അധീശ്വരിയായിരിക്കുന്നവളെ, സർവലോക നിയന്താവായിരിക്കുന്നവളെ, നിയന്ത്രിയായിരിക്കുന്നവളെ, മഹാരാജ്ഞി, അധീശ്വരി, ഹേ ദേവി, ബഹുവിധങ്ങളായ ലീലകളെ, ക്രീഡകളെ, സൃഷ്ടിസ്ഥിതി സംഹാര അനുഗ്രഹ തിരോധാനാദി പഞ്ചകൃത്യങ്ങളെ ചെയ്യുന്നവളെ, വിവിധ അവതാരങ്ങളെടുത്ത് ക്രീഡിക്കുന്നവളെ ദേവി, അല്ലയോ ദേവി, ഞങ്ങളിൽ പ്രസാദിക്കണേ. ഞങ്ങളുടെ ആഗ്രഹം നന്ദഗോപസുതനെ ഭർത്താവായി ലഭിക്കണം എന്നാണ്. നന്ദഗോപസുതം ദേവി പതിമേ കുരു തേ നമ, അങ്ങയ്ക്ക് നമസ്കാരം, അമ്മയ്ക്ക് നമസ്കാരം. ഇതി മന്ത്രം ജപന്ത്യഃ താഹ പൂജാം ചക്രുകുമാരികാഹ. അപ്പൊ ഇവിടെ നോക്കൂ, ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് ഒരാള് സ്വകാര്യമായിട്ട് പൂജ ചെയ്യുകയല്ല, പിന്നെയോ ഗോപികമാര് പരസ്പരം മത്സരമില്ലാതെ ഒന്നിച്ച് പൂജ ചെയ്യണം. അപ്പോ ഏതെങ്കിലും ഒരു സാധാരണ കാമുകനാണെങ്കിൽ എല്ലാരും കൂടി ഒന്നിച്ചൊരു കാമുകനെ ഭർത്താവായി കിട്ടാൻ പ്രാർത്ഥിക്കുമോ? മത്സരമല്ലേ ഉണ്ടാവുക സ്ത്രീകൾ തമ്മിൽ? ഒരിക്കലും സഹിക്കില്ല, അല്ലേ? തന്റെ കാമുകനെ മറ്റൊരാൾ നോക്കിയാൽ പോലും സഹിക്കില്ല, എന്തെങ്കിലും അങ്ങോട്ടും കൂടെ സംസാരിച്ചാൽ സഹിക്കില്ല. അതാണ് സാധാരണ കാമുകിമാരുടെയൊക്കെ സ്വഭാവം. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എല്ലാരും കൂടി ഒന്നിച്ചിട്ടാണ് ഭഗവാനെ ഭർത്താവായി കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുന്നത്. അപ്പോ
ഗോപികമാർക്ക് ഭഗവാനെ കുറിച്ച് എന്തായിരിക്കും വിചാരം? ഭഗവാൻ ഒരു സാധാരണ പ്രാകൃതനായിട്ടൊരു പുരുഷനാണെന്നാണോ? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയല്ല. അപ്പൊ ഭഗവാനാണ്, ഭഗവാന്റെ മാഹാത്മ്യം അവർക്ക് മനസ്സിലായിരിക്കുന്നു. ഭഗവാൻ ഈശ്വരനാണ്, ഭഗവാൻ അത്ഭുതങ്ങളായ പല കഴിവുകളുള്ള ആളാണ്, ഈശ്വരൻ തന്നെയാണ് എന്നുള്ളതായിട്ടുള്ള ഭാവം അവരുടെ ഉള്ളിൽ വന്നു. മുമ്പ് കാളിയമർദ്ദനവും ദാവാഗ്നിപാനവും പ്രലംബാസുരവധവും എല്ലാം കഴിഞ്ഞ് പറഞ്ഞിരുന്നു അല്ലേ? കൃഷ്ണനെ ഇന്നാളായിട്ട് മേനിതേ മനിച്ചു, ഈശ്വരൻ തന്നെയാണ് ഈ യദുകുലത്തിൽ വന്ന് അവതരിച്ചിരിക്കുന്നത് എന്നവർ കരുതി, അവർ ചിന്തിച്ചു എന്ന്. അപ്പൊ തീർച്ചയായിട്ടും ഒരു സാധാരണ പ്രാകൃത മനുഷ്യനായിട്ടല്ല കൃഷ്ണനെ അവർ കാണുന്നത്, എല്ലാവരുടെയും ഭർത്താവായിട്ടാണ് കാണുന്നത്, എല്ലാവർക്കും ഗതിയായിട്ടാണ് കാണുന്നത് അല്ലേ? ഭഗവാൻ തന്നെ ഗീതയിൽ തന്നെക്കുറിച്ച് അർജുനന് പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വയം പറയുന്നുണ്ട്, ഗതിർ ഭർത്ത പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത്. താൻ ആരാണ്? ഈ ലോകത്തിന്റെ മുഴുവൻ ഗതിയാണ്, ഈ ലോകത്തിന്റെ മുഴുവൻ ഭർത്താവാണ്, ഇതിനെ മുഴുവൻ ഭരിക്കുന്നവൻ, എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നവൻ, എല്ലാറ്റിനെയും വഹിക്കുന്നവൻ, എല്ലാ ഉത്തരവാദിത്വവും എന്റേതാണ്, പേടിക്കേണ്ട, എല്ലാ ഉത്തരവാദിത്വവും എന്നിൽ സമർപ്പിച്ചോളൂ എന്നുള്ള അർത്ഥത്തില് ഭർത്ത ഗതിർ ഭർത്ത. അപ്പൊ എന്നെ തന്നെ ശരണം പ്രാപിക്കൂ, എന്നെ തന്നെ ആശ്രയിക്കൂ, ഞാൻ തന്നെയാണ് എല്ലാവരുടെ കാര്യവും നോക്കുന്നത്. നിങ്ങൾ എന്തിനാ സ്വയം അഭിമാനിക്കുന്നത്, അഹങ്കരിക്കുന്നത്? നിങ്ങളല്ല നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നത്, ഞാനല്ലേ നോക്കുന്നത്. നിങ്ങൾ വിചാരിച്ച പോലെയാണോ കാര്യങ്ങളൊക്കെ നടക്കുന്നത്? ഞാൻ വിചാരിച്ച പോലെയാണ് നടക്കുന്നത്. അപ്പൊ ആരാ നോക്കുന്നത്? അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഭഗവാൻ തന്നെയാണ് നമ്മുടെയൊക്കെ ഭർത്താവ് എന്നുള്ള, നമ്മുടെയൊക്കെ സംരക്ഷകൻ, നമ്മുടെയൊക്കെ പതി, നമ്മുടെയൊക്കെ ഉത്തരവാദിത്വങ്ങൾ വഹിക്കുന്നവൻ, നമുക്ക് വേണ്ടതെല്ലാം നൽകുന്നവൻ, എല്ലാം ഭഗവാൻ തന്നെയാണ്. ഗതിർ ഭർത്താ പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത് പ്രഭവ പ്രളയസ്ഥാനം നിധാനം ബീജം അവ്യയം എന്നൊക്കെ ഗീതയിൽ 9-ാം അധ്യായത്തിൽ ഭഗവാൻ തന്നെ സ്വയം പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തിന്റെ പ്രഭവ പ്രളയസ്ഥാനം, ഇതിന്റെ പ്രഭവവും പ്രളയവും സ്ഥിതിയും എന്നിൽ തന്നെയാണ്, ഞാൻ തന്നെയാണ് ഇതിന്റെ അവ്യയം ബീജം, നശിക്കാത്ത കാരണം ഞാനാകുന്നു. ഞാനാകുന്ന കാരണത്തിലാണ് ഈ കാര്യരൂപമായിരിക്കുന്ന പ്രപഞ്ചം മുഴുവൻ കാണപ്പെടുന്നത്. ഞാൻ തന്നെയാണ് ഇതിന്റെ പ്രഭു, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നവനും എന്തിനും പോന്നവനുമാണ് ഞാൻ, സർവശക്തനാണ്. എന്നാൽ ഞാൻ ഇതിലൊന്നും മുഴുകുന്നില്ല, അതുകൊണ്ട് സാക്ഷിയാണ്, ഞാൻ അധ്യക്ഷനാണ്, ഞാൻ എല്ലാറ്റിനും ഉദാസീനനാണ് എന്നൊക്കെ സ്വയം പറയുന്നുണ്ട്. അപ്പൊ ഇത് മനസ്സിലാക്കി എന്താണ് ഭർത്ത എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കി ഭഗവാനെ ഭജിക്കുക, അതാണ് ഇവർ ചെയ്യുന്നത്. ഭഗവാനാണ് ഈ ലോകത്തിന്റെ മുഴുവൻ ഭർത്ത, സ്ത്രീകളുടെ മാത്രമല്ല പുരുഷന്മാരുടെയും കുട്ടികളുടെയും വൃദ്ധരുടെയും സകല ജീവരാശികളുടെയും ഭർത്താവാണ് ഭഗവാൻ. ഇതറിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ എത്ര വിവാഹം കഴിച്ചാൽ നമുക്ക് പരാതിയുണ്ടോ? ഈ ഭഗവാൻ ആരാന്നറിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ എത്ര വിവാഹം കഴിച്ചാൽ എന്താ? 16,008 ഈ ലോകത്തിൽ എത്ര ജീവജാലങ്ങളുണ്ടോ, എത്ര കോടി ജീവന്മാരുണ്ടോ, എല്ലാവരും ഭഗവാനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്, എല്ലാവരെയും വഹിക്കുന്നത് ഭഗവാനാണ്. അപ്പൊ ഭഗവാൻ എല്ലാവരെയും വിവാഹം കഴിച്ചിരിക്കുന്നു, ആരും അറിയുന്നില്ല എന്ന് മാത്രം. ഓൾറെഡി നമ്മളൊക്കെ ഭഗവാനുമായിട്ട് വിവാഹിതരാണ്. ഭഗവാൻ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഭർത്ത, ഭഗവാൻ തന്നെയാണ് നമ്മുടെയൊക്കെ പതി. പക്ഷെ നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. അപ്പൊ അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രാർത്ഥനകളെല്ലാം. നമ്മൾ സ്വയം അറിയുക, എന്റെ ഭർത്താവ് ഭഗവാനാണ്. ഈ ഇപ്പോഴുള്ള എൻ്റെ സ്ത്രീകൾക്കൊക്കെ ഭർത്താക്കന്മാരുണ്ട്.
അവരിലൊക്കെ ചൈതന്യമായിരിക്കുന്നത് ആ മഹാചൈതന്യം തന്നെയാണ് ഈ രൂപത്തിലിരിക്കുന്നതും. ആ ഭഗവാൻ തന്നെ ഈ രൂപത്തിലിരുന്നു കൊണ്ട് എന്നെ സഹായിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ പല സൗകര്യങ്ങളും എനിക്ക് ചെയ്തു തരുന്നു. അപ്പൊ ഞാൻ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ പുരുഷനിലും ആ ഈശ്വരന്റെ ചൈതന്യത്തെ കാണുന്നു. ഇയാൾക്ക് എല്ലാ കഴിവും കൊടുക്കുന്നത് ആ പവർ ഹൗസാണ്. ഇത് ചെറിയൊരു ഉപകരണമാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ ഭർത്താവ്. ഈ ബൾബ് ചിലപ്പോൾ ഫ്യൂസായി പോകാം, പക്ഷെ പവർ ഹൗസ് ഒരിക്കലും ഫ്യൂസ് ആവുന്നില്ല. പവർ ഹൗസിൽ പവർ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ആരെയാണ് എപ്പോഴും ശരണം പ്രാപിക്കേണ്ടത്? ആ ഭഗവാൻ തന്നെയാണ് ഗതി. ബാക്കിയുള്ള ആളുകളൊക്കെ ഭഗവാന്റെ പ്രതിപുരുഷന്മാർ, ഭഗവാന്റെ പ്രതിനിധികൾ, ഭഗവാൻ തന്നെ അയച്ചു തന്ന ആളുകൾ. കുറച്ചു കാലം അയച്ചു തരും, കുറച്ച് കഴിയുമ്പോൾ ഭഗവാൻ തന്നെ ചിലപ്പോൾ തിരിച്ചെടുക്കും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആരുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം? ഭഗവാനുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിരിക്കണം. ഭഗവാനാണ് നമ്മുടെ ഭർത്താവ് എന്ന് ഉറച്ച് ഇരിക്കുക. അപ്പോൾ ഇതാണ് അവരുടെ പ്രാർത്ഥന. കാത്യായനി മഹാമായേ മഹായോഗിന്യതീശ്വരി നന്ദഗോപസുതം ദേവി പതിം മേ കുരുതേ നമഃ ഇതി മന്ത്രം ജപന്ത്യസ്താഃ പൂജാം ചക്രുകുമാരികാഃ. ഏവം മാസം വ്രതം ചേരുഃ കുമാര്യഃ കൃഷ്ണചേതസഃ ഭദ്രകാളീം സമാനർച്ചുഃ ഭൂയാത് നന്ദസുതഃ പതിഃ. ഏവം മാസം വ്രതം ചേരുഃ കുമാര്യഃ കൃഷ്ണചേതസഃ ഭദ്രകാളീം സമാനർച്ചുഃ ഭൂയാത് നന്ദസുതഃ പതിഃ. അപ്പോ ഏവം മാസം വ്രതം ചേരുഃ കുമാര്യഃ. ഈ കുമാരികൾ മാസം എന്ന് പറഞ്ഞാൽ ഒരു മാസം മുഴുവൻ, ഈ കാർത്തിക മാസം മുഴുവൻ എന്നർത്ഥം. വ്രതം ചേരുഃ, വ്രതത്തെ ചരിച്ചു. ആ വ്രതത്തെ അനുഷ്ഠിച്ചു. എങ്ങനെയായിട്ട്? കൃഷ്ണചേതസഃ, കൃഷ്ണനെ തന്നെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട്. കൃഷ്ണനെയാണ് അവർക്ക് വേണ്ടത്. അതിന് ഭഗവതിയെ ഭജിക്കുന്നു, ഭഗവതിയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. കൃഷ്ണചേതസഃ കുമാര്യഃ ഏവം മാസം വ്രതം ചേരുഃ, ഒരു മാസം വ്രതം ചരിച്ചു. എന്നിട്ട് ഭദ്രകാളീം സമാനർച്ചുഃ, സമ്യക് ആനർച്ചുഃ, നന്നായി അർച്ചിച്ചു, പൂജിച്ചു. ആരെ? ഭദ്രകാളീം. ഇത് കാത്യായനി തന്നെയാണ് ഭദ്രകാളി. സർവാഭീഷ്ടപ്രദയായ ഭദ്രങ്ങളെ ചെയ്യുന്നവൾ. ഭദ്രം കലയതീതി ഭദ്രകാളി. ഭദ്രകാളി എന്നുള്ള പേര് കേൾക്കുമ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ചിലപ്പോ ദുഷ്ടന്മാരുടെ നേരെ ദേവി തന്നെ കാളരാത്രിയായി മാറും. സജ്ജനങ്ങൾക്ക് ദേവി ഭദ്രകാളിയാണ്. ഭദ്ര എന്ന് പറഞ്ഞാൽ തന്നെ ഭദ്രത്തെ ചെയ്യുന്നവളാണ്, മംഗളത്തെ ചെയ്യുന്നവളാണ്, ശിവത്തെ ചെയ്യുന്നവളാണ്. ഭദ്രം കലയതി. കലയതി എന്ന് പറഞ്ഞാൽ ചെയ്യുന്നു എന്നാണ്. കലയതി എന്നുള്ളതിൽ നിന്ന് കാളി. മറ്റത് കറുത്തവൾ എന്നുള്ള അർത്ഥത്തിലും കാളിയുണ്ട്. അത് ദുഷ്ടന്മാർക്കാണ് ദേവി ആ കറുത്ത സംഹാരരുദ്രയായിട്ടുള്ള കാളിയായിട്ട് മാറുന്നത്, കാളരാത്രിയായി മാറുന്നത്, ആവരണ സ്വരൂപയായി മാറുന്നത്. ഇവിടെ നമുക്ക് വിദ്യാസ്വരൂപിണിയായി മാറുകയാണ്. വിദ്യാസ്വരൂപിണിയാണ് ഭക്തന്മാർക്ക് ഭദ്രകാളി. അവിദ്യാസ്വരൂപിണിയായ കാളരാത്രിയാണ് ദുഷ്ടന്മാർക്ക് ദേവി ഭദ്രകാളി. അവരെ ദേവി, ദുഷ്ടന്മാരെ ദേവി ശിക്ഷിക്കും, നശിപ്പിക്കും. സജ്ജനങ്ങളെ ദേവി ഭദ്രം ചെയ്ത് അനുഗ്രഹിക്കും. അപ്പോൾ ദേവിയുടെ ഭാവം മാറിക്കൊണ്ടിരിക്കും. ആരോട്? ആളുകളുടെ ഇതിനനുസരിച്ച്, സ്വഭാവത്തിനനുസരിച്ച്. അല്ലേ? ഇപ്പം നമ്മുടെ അമ്മമാര് തന്നെ നമ്മൾ നല്ലവരായിരുന്നാൽ വളരെ സ്നേഹവാത്സല്യങ്ങളോടെ നമ്മളെ രക്ഷിക്കും. നമ്മൾ കൊള്ളരുതാത്തവരായി എന്നും എന്താ പറയുക ഉപദ്രവം ചെയ്തുകൊണ്ടേയിരുന്നാലോ നമ്മുടെ അമ്മമാര് തന്നെ ഭദ്രകാളികളായിട്ടും മാറും. അല്ലേ? കാളരാത്രികളായി മാറും. അപ്പൊ ദേവി അത് തന്നെയാണ് ഭദ്രകാളി.
ഭദ്രം കലയതീതി ഭദ്രകാളി എന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ കാളിയെ പേടിയില്ലാതാവും നമുക്ക്. കാളി പേടിക്കേണ്ട ആവശ്യമില്ല. കാളി നമ്മുടെ അമ്മയാണ്, സ്വന്തം അമ്മയാണ്, നമ്മുടെ രക്ഷകയാണ്. കേരളത്തിൻ്റെ മുഴുവൻ പരദേവതയാണ് ഭദ്രകാളി. കേരളത്തിലെ എല്ലാ കുടുംബങ്ങളുടെയും ഉപാസനാമൂർത്തി ഭദ്രകാളിയായിരുന്നു. മറ്റുള്ള ക്ഷേത്രങ്ങൾക്കൊക്കെ പ്രാധാന്യം പിന്നീട് വന്നു ചേർന്നതാണ്. എല്ലാ ഗൃഹങ്ങളിലും കാളി സാന്നിധ്യം ഉണ്ടായിരുന്നു. ഏവം മാസം വ്രതം ചേതുഹു കുമാര്യഃ കൃഷ്ണചേതസഃ ഭദ്രകാളീം സമാനർച്ചുഹു. ഭദ്രകാളിയെ സമ്യക് ആനർച്ചുഹു, അർച്ചന ചെയ്തു. എന്തിന്? ഭൂയാത് നന്ദസുതഃ പതിഹി. എന്താ അവരുടെ സങ്കല്പം? നന്ദസുതഃ പതിഹി ഭൂയാത്. നന്ദസുതൻ മേ പതിഹി ഭൂയാത്, എന്റെ പതിയായി ഭവിക്കട്ടെ എന്നാണ്. ഭൂയാത് എന്ന് പറഞ്ഞാല് ഭവിക്കട്ടെ എന്ന പ്രാർത്ഥന. അപ്പൊ ദേവി സർവഭദ്രത്തെയും സർവ അഭീഷ്ടത്തെയും സാധിക്കുന്നവളായതുകൊണ്ട് അഭീഷ്ടദാത്രിയായിട്ടാണ് ദേവിയെ ആരാധിച്ചത്. എന്താണ് അഭീഷ്ടം? ഭഗവാൻ ഭർത്താവായി പതിയായി ഭവിക്കണം. ഇതാണ് പ്രാർത്ഥന. ഉഷസ്യുത്ഥായ ഗോത്രൈ സ്വൈഹി അന്യോന്യാബദ്ധബാഹവഃ കൃഷ്ണം ഉച്ചൈർജഗുർയാന്ത്യഃ കാളിന്ദ്യാം സ്നാതുമന്വഹം. ഉഷസ്യുത്ഥായ ഗോത്രൈ സ്വൈഹി അന്യോന്യാബദ്ധബാഹവഃ കൃഷ്ണം ഉച്ചൈർജഗുർയാന്ത്യഃ കാളിന്ദ്യാം സ്നാതുമന്വഹം. അപ്പൊ ഉഷസി ഉത്ഥായ, ഉഷസ്സിൽ തന്നെ പ്രഭാതത്തിൽ വളരെ നേരത്തെ ആ ബ്രാഹ്മ മുഹൂർത്തം കഴിയുമ്പോഴേക്കും അവര് എഴുന്നേൽക്കും. അങ്ങനെ പ്രാതകാലത്തിൽ ഉത്ഥായ എഴുന്നേറ്റിട്ട് ഗോത്രൈഹി സ്വൈഹി, സ്വൈഹി ഗോത്രൈഹി, സ്വകീയങ്ങളായ ഗോത്രങ്ങൾ എന്ന് വെച്ചാൽ സ്വന്തം വംശത്തിലുള്ള കൂട്ടുകാരുമായിട്ട്, സ്വന്തം കസിൻസും മറ്റുമൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ട് എന്നർത്ഥം. സ്വകീയൈഹി ഗോത്രൈഹി അന്യോന്യ ആബദ്ധ ബാഹവഃ. അവര് കാളിന്തിയിലേക്ക് രാവിലെ ഇരുട്ടി വെളുക്കുന്നേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ നേരത്ത് പരസ്പരം കൈകോർത്ത് പിടിച്ചുകൊണ്ട് അന്യോന്യ ആബദ്ധ ബാഹവഃ. ബാഹുക്കളെ ആബദ്ധം എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ ബന്ധിച്ചിട്ട് പരസ്പരം കൈകോർത്ത് പിടിച്ചു. അത്രയും ഐക്യം അവർ തമ്മിലുണ്ട്. ഒരു കലഹവുമില്ല. പരസ്പരം യാതൊരു തരത്തിലുള്ള മത്സരവുമില്ല. ഒരേ ഭഗവാനെയാണ്, കൃഷ്ണനെയാണ് എല്ലാവരും പതിയായി പ്രാർത്ഥിക്കുന്നത്. അതിന്റെ അല്പം പോലും മത്സരം അവർ തമ്മിലില്ല. അത് കാണിക്കുകയാണ്. ഇവർ തമ്മിൽ കൈകോർത്ത് പിടിച്ചുകൊണ്ട് അവര് ഇനി ആരെങ്കിലും രാവിലെ എഴുന്നേൽക്കാനോ പുറത്തേക്ക് ഇറങ്ങാനോ വൈകിയാൽ അവിടെ ചെന്ന് വിളിച്ച് കൂട്ടിക്കൊണ്ടുപോകും. അത്രയും ഐക്യത്തോടുകൂടെ എന്ന് പറയാ. അന്യോന്യ ആബദ്ധബാഹവഃ. എന്ത് ചെയ്യണു? അന്വഹം എന്ന് വെച്ചാ ഡെയിലി, അഹസ് തോറും, അന്വഹം പ്രതിദിനം അർത്ഥം. കാളിന്ത്യാം സ്നാതും യാന്ത്യഃ. കാളിന്തിയിലേക്ക് സ്നാനം ചെയ്യുവാൻ യാനം ചെയ്യുന്നവരായിട്ട്, യാത്ര ചെയ്യുന്നവരായിട്ട് കൃഷ്ണം ഉച്ചൈഹി ജഗുഹു. അവര് പോകുമ്പോ തന്നെ കൃഷ്ണനെ കുറിച്ച് ഉച്ചത്തിൽ ഗാനം ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഗോവിന്ദ ദാമോദര മാധവേതി, ഗോവിന്ദ ദാമോദര മാധവേതി ഗാനം കൃത്വ. ഭഗവാനെ കുറിച്ച് പലതരത്തിലുള്ളതായിട്ടുള്ള ഗീതങ്ങൾ പാടിക്കൊണ്ട്, ഉച്ചത്തിൽ പാടിക്കൊണ്ട്, ആഘോഷമായിട്ടാണ്, തിമിർത്തുകൊണ്ടാണ് ഈ ഗോപികമാര് കൈകോർത്ത് പിടിച്ചുകൊണ്ട് രാവിലെ നേരം വെളുക്കുമ്പോഴേക്കും അരുണോദയ സമയത്ത് പോകുന്നത് കുളിക്കാൻ. ആ ഒരു മാസം. ഉഷസ്യുദ്ധായ ഗോത്രൈ സ്വൈഹി അന്യോന്യാബദ്ധബാഹവഃ കൃഷ്ണം ഉച്ചൈർജഗുർയാന്ത്യഃ കാളിന്ദ്യാം സ്നാതുമന്വഹം. നദ്യാം കദാചിദാഗത്യ തീരെ നിക്ഷിപ്യ പൂർവവത് വാസാംസി കൃഷ്ണം ഗായന്ത്യോ വിജഹ്രുഃ സലിലേ മുദാ. നദ്യാം കദാചിദാഗത്യ തീരെ നിക്ഷിപ്യ പൂർവവത് വാസാംസി കൃഷ്ണം ഗായന്ത്യോ വിജഹ്രുഃ സലിലേ മുദാ. കദാചിത് ഒരിക്കൽ, ഒരിക്കൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരിക്കൽ എന്ന് പറഞ്ഞുവെങ്കിലും
മാസാവസാനമായി കഴിഞ്ഞു. അവരുടെ വ്രതത്തിന്റെ പൂർത്തീകരണ ദിവസം എന്ന് തന്നെയാണ് ഒരിക്കൽ എന്ന് പറഞ്ഞു. കഥാചിത് പൂർവവത് നദ്യാമാഗത്യ, പൂർവവത് ദിവസവും വരുന്നത് പോലെ മുമ്പത്തെ പോലെ തന്നെ നദിയിലേക്ക് വന്നു ചേർന്ന് തീരെ വാസാംശി നിക്ഷിപ്യ, ആ നദീതീരത്ത് അവരവരുടെ വസ്ത്രങ്ങളെല്ലാം അഴിച്ച് നിക്ഷേപിച്ച്, വാസാംശി നിക്ഷിപ്യ, വസ്ത്രങ്ങളെ നിക്ഷേപിച്ചിട്ട് കൃഷ്ണം ഗായന്ത്യ, കൃഷ്ണനെ കുറിച്ച് പാടുന്നവരായി കൊണ്ട് തന്നെ, വെച്ചാൽ അവരുടെ ശ്വാസം പോലെ തന്നെ എപ്പോഴും കൃഷ്ണനെ കുറിച്ച് പാടുന്നുണ്ട്. ആ കൃഷ്ണം ഗായന്ത്യ സലിലേ മുദാ വിജഹ്രുഹു, വെള്ളത്തിലിറങ്ങിയിട്ട് സലിലത്തിലിറങ്ങിയിട്ട് മുദാ വിജഹ്രുഹു, വിഹരിച്ചു എന്നർത്ഥം. വിജഹ്രു വിഹരിച്ചു, വിജഹാര ഏകവചനം, വിജഹ്രു ബഹുവചനം. എല്ലാവരും കൂടി വിഹരിക്കുകയാണ്, ജലത്തിൽ വിഹരിക്കുക, ജലക്രീഡ ചെയ്യുക എന്നർത്ഥം. വെറുതെ കുളിച്ചു കയറുക മാത്രമല്ല, കൂട്ടത്തിൽ നീന്തി തുടിക്കുകയും വെള്ളം പരസ്പരം തേവി രസിക്കുകയും അല്ലെ, അങ്ങനെ പലതരത്തിലുള്ള കളികളോട് കൂടിയിട്ടാണ് അവരുടെ സ്നാനം. അപ്പൊ അതാണ് നദ്യാം കഥാചിതാഗത്യ തീരെ നിക്ഷിപ്യ പൂർവവത് വാസാംസി കൃഷ്ണം ഗായന്ത്യോ വിജഹ്രുസലിലേ മുദാ ഭഗവാൻ തദഭിപ്രേത്യ കൃഷ്ണോ യോഗേശ്വരേശ്വരഃ വയസ്യൈരാവൃതസ്തത്ര ഗതസ്തത്കർമ്മ സിദ്ധയേ. ഭഗവാൻസ്തദഭിപ്രേത്യ കൃഷ്ണോ യോഗേശ്വരേശ്വരഃ വയസ്യൈരാവൃതസ്തത്ര ഗതസ്തത്കർമ്മ സിദ്ധയേ. ഭഗവാനാരാ? യോഗേശ്വരേശ്വരഃ, ഭഗവാൻ കൃഷ്ണഃ. യോഗേശ്വരന്മാർക്ക് എല്ലാവർക്കും ഈശ്വരനാണ് ഭഗവാൻ. എല്ലാ യോഗബലങ്ങളും കൊടുക്കുന്നവനാണ് ഭഗവാൻ. ഇവിടെ ഇപ്പൊ ഈ ഗോപികമാര് കാർത്യായനി ദേവിയെ പൂജിച്ചുവെങ്കിലും ആ കാർത്യായനി ദേവിയിലൂടെ ഫലം കൊടുക്കുന്നതാരാണ്? ഭഗവാൻ തന്നെയാണ്. ആ പരമാത്മാവായ ചൈതന്യമായ ഭഗവാൻ തന്നെയാണ് ഏത് ദേവതകളിലൂടെയും ഫലത്തെ കൊടുക്കുന്നത്. അപ്പൊ ഇന്ന കാര്യത്തിന് ഇന്ന കൗണ്ടറിലൂടെ വന്നോളൂ എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞും തന്നിട്ടുണ്ട്. ഏത് മാർഗത്തിലൂടെ വന്നാലും നിങ്ങൾ എന്നിലേക്ക് തന്നെയാണ് വരുന്നത്, ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകുന്നത്. യേ യഥാ മാം പ്രപദ്യന്തേ താം തഥൈവ ഭജാമ്യഹം മമ വത്മാനുവർത്തന്തേ മനുഷ്യാഃ പാർത്ഥ സർവശഃ. അല്ലെ, ആരെന്നെ ഏത് പ്രകാരത്തിൽ ഏത് ദേവതാരൂപത്തിലായിക്കോട്ടെ, മാം പ്രപദ്യന്തേ എന്നെ ശരണം പ്രാപിക്കുന്നുവോ താൻ തഥാ ഏവ ഭജാമ്യഹം, അവരെ ഞാൻ അതാത് ദേവതാരൂപത്തിൽ അവരവരുടെ ആഗ്രഹപൂർത്തീകരണത്തിനായിക്കൊണ്ട് സഹായിക്കുന്നു, അനുഗ്രഹിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും തന്നെ മമ പത്മ അനുവർത്തന്തേ മനുഷ്യാഃ പാർത്ഥ സർവശഃ. ഹേ അർജുന, മനുഷ്യാഹ എല്ലാ മനുഷ്യരും സർവശഃ എല്ലാ പ്രകാരത്തിലും മമ പത്മാനുവർത്തന്തേ എന്റെ വഴിക്ക് തന്നെയാണ് അനുവർത്തിക്കുന്നത്, എന്റെ മാർഗത്തെ തന്നെയാണ് പിന്തുടരുന്നത്. ഏത് കൗണ്ടറിലൂടെ വന്നാലും അവർക്ക് വേണ്ട ഫലങ്ങളൊക്കെ കൊടുക്കുന്നത് ഞാൻ തന്നെയാണ്. അത് തിരിച്ചറിഞ്ഞാൽ മതി. എങ്കിലും ഓരോ കാര്യത്തിന് ഓരോ അല്ലെ ഫോർമാലിറ്റി, ഓരോ പ്രോട്ടോകോൾ എന്നൊക്കെ പറഞ്ഞതുപോലെ ഓരോ സമ്പ്രദായങ്ങൾ. നമ്മൾക്കിപ്പോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലേക്ക് തന്നെ നമ്മൾ പല കാര്യങ്ങൾക്കും അതാത് കൗണ്ടറിൽ പോകണം. എല്ലാ കാര്യത്തിനും ഒരേ കൗണ്ടറല്ല, അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകണം. അവിടെ തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് പോയാൽ തന്നെ അതിൽ തന്നെ ഏതേത് കാര്യങ്ങൾക്ക് അതാത് ഡിവിഷൻ അല്ലേ. എല്ലാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ തന്നെയാണ്. അതുപോലെ ഭഗവാൻ തന്നെയാണ് എല്ലാ യോഗങ്ങളുടെയും ഈശ്വരൻ. യോഗേശ്വരന്മാർക്കും ഈശ്വരൻ. യോഗേശ്വരന്മാർ യോഗങ്ങൾക്ക് ഫലം കൊടുക്കുന്ന ദേവതകളാണ്. അവർക്കും ഈശ്വരൻ, അവരുടെയും നിയന്താവാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാൻ സർവ ഐശ്വര്യ പരിപൂർണനായ ശ്രീകൃഷ്ണ ഭഗവാൻ തത് അഭിപ്രേത്യ, ഇവരുടെ കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞിട്ട് എന്നർത്ഥം. അഭിപ്രേത്യ എന്ന് പറഞ്ഞാൽ അവരുടെ ആ മനസ്സിലിരിപ്പ് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു? തത് കർമ്മസിദ്ധയേ, അവരുടെ ആ കർമ്മത്തിന്റെ സിദ്ധിക്കായിക്കൊണ്ട്, അവരുടെ കർമ്മഫലം കൊടുക്കാനായിക്കൊണ്ട്
അവരുടെ പ്രാർത്ഥനകൾ സഫലമാക്കി തീർക്കാനായിക്കൊണ്ട് ഭഗവാൻ വയസ്യൈഹി ആവൃത ഗതഃ, വയസ്യൈഹി ആവൃത, വയസ്സന്മാര് കൂട്ടുകാരന്മാരോട് ആവൃതനായിട്ട് സേവിക്കപ്പെട്ടവനായിട്ട് ഗതഃ ഗമിച്ചു. അപ്പൊ ഭഗവാന് എന്തെങ്കിലും ഈ സ്ത്രീകളെ നഗ്നത കാണാനൊക്കെ ആണെങ്കിൽ ഒറ്റയ്ക്ക് പോയി ഒളിഞ്ഞു നോക്കുകയല്ലേ വേണ്ടത്, അല്ലേ? മൂഢന്മാര് ഇങ്ങനെയുള്ള വിഡ്ഢിത്തരങ്ങൾ പറയുന്നവർക്കുള്ള ഉത്തരവാണ്. ഇവിടെ ഭഗവാൻ എന്താ ചെയ്തത്? കൂട്ടുകാരെയും കൂട്ടിയിട്ടാ പോയത്. അപ്പൊ ഇതിന്റെ രഹസ്യം എന്താണ്? ഭഗവാൻ എന്തിനാ ഈ കൂട്ടുകാരെയൊക്കെ കൂട്ടിയിട്ട് പോയി? ഈ പെൺകുട്ടികളെ അവമാനിക്കാനായിക്കൊണ്ട് അവരുടെ നഗ്നതയൊക്കെ കൂട്ടുകാർക്കും കൂടി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണോ? അങ്ങനെ ചിന്തിക്കാവോ? എങ്കിൽ ഇനി വരുന്ന ഭാഗങ്ങളിലാണത് വ്യക്തമാകുന്നത്. ഭഗവാൻ ഇവരുടെ ദേഹാഭിമാനത്തെ പോക്കാൻ വേണ്ടിയിട്ടാണ്. രഹസ്യമായിട്ട് എല്ലാവർക്കും നഗ്നത പ്രകടിപ്പിക്കാൻ മടിയൊന്നുമില്ല. ഇനി അവരവരുടെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ, കാമുകന്മാരുടെ മുമ്പിൽ, അല്ലെ, നഗ്നത പ്രകടിപ്പിക്കാൻ ആർക്കും മടിയൊന്നുമില്ല. എന്നാൽ ഇവിടെ കൂട്ടുകാരെയും കൂടി കൂട്ടിയിട്ട് പോകുന്ന എന്തിനാണ്? പൂർണ്ണമായിട്ടും അവരുടെ ദേഹാഭിമാനത്തെ ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ താൻ മാത്രം പോയാൽ മതി. താൻ മാത്രം പോയാലാണ് എളുപ്പം കാര്യങ്ങളൊക്കെ, അല്ലേ? അത് ഭഗവാൻ അങ്ങനെയല്ല, കൂട്ടുകാരെയും കൂട്ടിയിട്ടാണ് പോകുന്നത്. എന്തിനുകൊണ്ട്? ഈ സ്ത്രീകളുടെ, ഞങ്ങൾ സ്ത്രീകൾ, ഞങ്ങൾ അബലകൾ, അതുകൊണ്ട് ഭഗവാന്റെ കൂടെ ഗോക്കളെ മേയ്ക്കാനായിട്ട് വൃന്ദാവനത്തിൽ പോകാൻ കഴിയുന്നില്ല എന്നുള്ള അവരുടെ ആ ഒരു ദേഹാഭിമാനമുണ്ട്. ആ അഭിമാനത്തെ ഇല്ലാതാക്കലാണ് ഈ ലീല കൊണ്ട് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വയസ്സൈഹി ആവൃത ഗതഃ, കൂട്ടുകാരോട് കൂടിയിട്ടാണ് ഭഗവാൻ അവിടേക്ക് ചെന്നത്. അപ്പോ ദേവിയെ പൂജിച്ചു, ദേവി പ്രസാദിച്ചു. ദേവിയുടെ പ്രസാദം ഭഗവാന്റെ പ്രസാദ രൂപത്തിൽ കാണപ്പെട്ടു. ഭഗവാൻ തന്നെ ഇവരെ അനുഗ്രഹിക്കാനായിട്ട് ചെന്നു എന്നർത്ഥം. അപ്പൊ ഗോപകുമാരികളുടെ ഭക്തി കൊണ്ട് തന്നെയാണ് ഭഗവാൻ ഒരു മാസം കൊണ്ട് തന്നെ പ്രസാദിച്ചു. മറ്റു പലരും എത്രയോ കാലം കഠിന വ്രതങ്ങളൊക്കെ അനുഷ്ഠിച്ചിട്ടാണ്, അല്ലേ, പ്രസാദിക്കുക. ഈവൻ ധ്രുവൻ പോലും 6 മാസം എടുത്തു. മറ്റുള്ളവരൊക്കെ സഹസ്രാബ്ദങ്ങൾ വേണ്ടി വരും. ഇവിടെ ഗോപകുമാരിമാരുടെ ആ നിഷ്കളങ്കതയ്ക്ക് മുമ്പിൽ, അവരുടെ ഭക്തിക്ക് മുമ്പിൽ 1 മാസം കൊണ്ട് തന്നെ ഭഗവാൻ പ്രസന്നനായി അനുഗ്രഹിക്കാൻ ചെന്നതാണ്. താസാം വാസാംസ്യുപാദായ നീപമാരുഹ്യ സത്വരഃ ഹസദ്ഭിഃ പ്രഹസൻ ബാലൈഃ പരിഹാസം ഉവാചഃ. താസാം വാസാംസി ഉപാദായ നീപമാരുഹ്യ സത്വരഃ ഹസദ്ഭിഃ പ്രഹസൻ ബാലൈഃ പരിഹാസം ഉവാചഃ. ഭഗവാൻ അവിടെ ചെന്നപ്പോ അവരുടെ വസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ കാളിന്തി തീരത്ത് നിരത്തിയിട്ടിരിക്കുന്നു. നോക്കിയപ്പോൾ, വെള്ളത്തിലേക്ക് നോക്കിയപ്പോൾ അവരെല്ലാം നഗ്നകളാണ് എന്ന് മനസ്സിലായി. അവരുടെ കളിയിൽ അവരൊന്നും കാണുന്നില്ല. അവരെല്ലാം മറന്ന് നഗ്നകളായി മതിക്കുകയാണ് ജലത്തില്. അപ്പൊ ഭഗവാൻ ഇവരെ പരീക്ഷിക്കാൻ, അവരെ പാകപ്പെടുത്താൻ, അവരുടെ ദേഹാഭിമാനം പോക്കാൻ ഭഗവാൻ അവരുടെ വസ്ത്രങ്ങളെ, വാസാംസി താസാം, അവരുടെ വാസാംസി വസ്ത്രങ്ങളെ ഉപാദായ എടുത്തിട്ട് നീപം ആരുഹ്യ, അവിടെയുള്ള കടമ്പ് വൃക്ഷം, നീപവൃക്ഷം, ആ നീപവൃക്ഷത്തില് കയറിയിട്ട് സത്വരഹ, ത്വരയോടുകൂടി, വളരെ വേഗത്തിൽ ഇതെല്ലാം ചെയ്തു. കൂട്ടുകാരോടുകൂടി ഹസദ്ഭിഹി ബാലൈഹി, ചിരിക്കുന്നതായിട്ടുള്ള കൂട്ടുകാരോടും കൂടിയിട്ട്, ഹസദ്ഭിഹി ബാലൈഹി പ്രഹസൻ, ഭഗവാനും ചിരിക്കുന്നവനായിട്ട് പരിഹാസം ഉവാചഃ, പരിഹാസ രൂപത്തില് ഭഗവാൻ അവരോട് പറഞ്ഞു എന്നർത്ഥം. അപ്പോ ചിരിച്ചുകൊണ്ട്, പരിഹാസമായിക്കൊണ്ട് ഗോപികമാരോട് പറഞ്ഞു. അപ്പോ അവരുടെ ലജ്ജയെ പോക്കാൻ വേണ്ടി തന്നെയാണ് ഈ പരിഹാസമൊക്കെ, അല്ലെ? നമ്മളെ പലരും പരിഹസിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ലജ്ജയൊക്കെ പോവും. നല്ലതാണ്.
ഇടയ്ക്കൊക്കെ ആരെങ്കിലുമൊക്കെ നമ്മളെ പരിഹസിക്കുന്നത് അല്ലേ, ആദ്യമായിട്ടൊക്കെയുള്ള പരിഹാസമൊക്കെ നമുക്ക് വളരെ വേദനാജനകമായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ദേഹാഭിമാനം പോകും, നമ്മുടെ അഹങ്കാരമൊക്കെ പോകും. അതൊക്കെ ചിരിച്ചുകൊണ്ട് നേരിടാനുള്ള ശക്തി ഉണ്ടാവും നമുക്ക്. അപ്പോൾ ഭഗവാൻ ഇവരുടെ ലജ്ജയെ കളയാൻ വേണ്ടിയിട്ടാണ് ഈ പരിഹാസമൊക്കെ. അങ്ങനെ ഭഗവാൻ ഇവരുടെ അഴിച്ചുവെച്ച വിഴുപ്പ് വസ്ത്രം പോലും ഭഗവാൻ സ്പർശിക്കുന്നു. എന്തുകൊണ്ട്? അവര് അത്രയും നിഷ്കളങ്കകളായതുകൊണ്ട് തന്നെ. ഗോപികമാര് പാവങ്ങൾ നിഷ്കളങ്കകളാണ്, അവരുടെ ഭഗവാനോടുള്ള പ്രേമം നിഷ്കപടമാണ്. അതുകൊണ്ട് തന്നെ ഭഗവാൻ അവരുടെ വസ്ത്രങ്ങളൊക്കെ എടുക്കാനൊന്നും മടിയില്ല. അങ്ങനെ എടുത്തിട്ട് അവരുടെ വസ്ത്രങ്ങളെ മരക്കൊമ്പത്ത് തൂക്കിയിട്ട് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു. ഭഗവാൻ എന്താ പറഞ്ഞത്? അത്രാഗത്യബലാഃ കാമം സ്വം സ്വം വാസഃ പ്രഗൃഹ്യതാം സത്യം ബ്രവാണിനോ നർമ്മ യദ്യൂയം വ്രതകർഷിതാഃ. അത്രാഗത്യാബലാഃ കാമം സ്വം സ്വം വാസഃ പ്രഗൃഹ്യതാം സത്യം ബ്രവാണിനോ നർമ്മ യദ്യൂയം വ്രജകർഷിതാഃ. അപ്പൊ ഭഗവാന്റെ പരിഹാസത്തില് ഈ അബല എന്നുള്ള വിളിയും പരിഹാസമായിരിക്കണം. കാരണം അവർ സ്വയം അബലകളാണെന്ന് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു. നിങ്ങൾ അബലകളാണെന്ന് കരുതുന്നുണ്ടല്ലേ എന്ന് ഭഗവാൻ തന്നെ അവരെ അബലാഹ എന്ന സംബോധന ചെയ്യുന്നത്. അല്ലയോ അബലകളെ, അത്ര ആഗത്യ ഇവിടേക്ക് വന്നിട്ട് കാമം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നർത്തം. യഥാ കാമം സ്വം സ്വം വാസഃ പ്രഗൃഹ്യതാം. സ്വകീയങ്ങളായ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള വസ്ത്രങ്ങളെ ഗ്രഹിച്ചോളൂ, സ്വീകരിച്ചോളൂ. സ്വം സ്വം വാസഃ പ്രഗൃഹ്യതാം. സത്യം ബ്രവാണി, അഹം സത്യം ബ്രവാണി. ഞാൻ പറയുന്നത് സത്യമാണ്, യഥാർത്ഥമാണ്, തമാശ പറയുകയല്ല എന്നർത്ഥം. നോ നർമ്മ, അതാണ് നോ നർമ്മ എന്നും പറയുന്നത്. നർമ്മം പറയുകയല്ല, പരിഹാസമല്ല, വാസ്തവമാണ് ഞാൻ പറയുന്നത്, യഥാർത്ഥമാണ്. യത് യൂയം വ്രതകർഷിതാഃ. എന്തെന്നാൽ നിങ്ങൾ വ്രതം കൊണ്ട് കർഷിതരാണ്, ക്ഷീണിച്ചവരാണ്. അങ്ങനെയുള്ള നിങ്ങളോട് ഞാൻ നുണ പറയുമോ? നിങ്ങളെ പരിഹസിക്കുമോ? ഞാൻ പറയുന്നത് നർമ്മമല്ല, ഞാൻ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ വസ്ത്രം ഇവിടെ വന്ന് സ്വീകരിച്ചോളൂ. അപ്പൊ അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പിന്നീട് പറയാനിരിക്കുന്നുണ്ട് ഭഗവാൻ. നിങ്ങൾ വ്രതകർഷിതരാണ്, നിങ്ങളോട് ഞാൻ ഒരിക്കലും നുണ പറയുകയില്ല, നർമ്മം പറയുകയില്ല, സത്യം യഥാർത്ഥമാണ് പറയുന്നത്. പക്ഷേ നിങ്ങളുടെ വസ്ത്രങ്ങൾ വന്ന് ഇവിടെ വന്ന് സ്വീകരിച്ചു കൊള്ളണം. അതെന്തിനാണ്? അത് നിങ്ങളുടെ വ്രതം ഫലിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഭഗവാന്റെ താല്പര്യം. അതാണ് വ്രതകർഷിതാഹ എന്ന പ്രയോഗം ആ സൂക്ഷ്മമാണ്. നിങ്ങൾ വ്രതമൊക്കെ അനുഷ്ഠിച്ചു, പക്ഷെ അതിന്റെ ഫലം കിട്ടണമെങ്കിൽ കുറച്ച് കഷ്ടമുണ്ട്. ആ ഫലം ഇമ്മീഡിയറ്റ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ അതിനുള്ള അർഹത നേടണം. അതാണ് ഇവിടുത്തെ വ്രതകർഷിതാഹ എന്നുള്ള പ്രയോഗം. നമയോദിത പൂർവം വാ അനൃതം തതിമേ വിദുഃ ഏകൈകശഃ പ്രതീച്ഛധ്വം സഹൈവോത സുമധ്യമാഃ. നമയോദിത പൂർവം വാ അനൃതം തതിമേ വിദുഃ ഏകൈകശഃ പ്രതീച്ഛധ്വം സഹൈവോത സുമധ്യമാഃ. സുമധ്യമാഃ, അല്ലയോ സുന്ദരികളെ, നല്ല മധ്യപ്രദേശമുള്ളവരെ എന്നർത്ഥം. ഒതുങ്ങിയ അരക്കെട്ടോടുകൂടിയവർ അഥവാ ഒതുങ്ങിയ വയറോടുകൂടിയവർ, അതാണ് സുമധ്യമ. അല്ലയോ സുന്ദരികളെ, മയാ അനൃതം ന ഉദിതപൂർവം. ഞാനേ ഇതുവരയ്ക്കും പൂർവം ന ഉദിതം, ഞാൻ പറഞ്ഞിട്ടേ ഇല്ല എന്ത് അനൃതം. ഇതുവരെ ഞാൻ കളവ് പറഞ്ഞിട്ടുള്ളവനല്ല. ഇവർക്കൊക്കെ അറിയാം. തത് യമേ വിദുഹു. എന്റെ കൂട്ടുകാരോട് ചോദിച്ചു നോക്കൂ, ഇവർക്കൊക്കെ അറിയാം ഞാൻ സത്യമേ പറയാറുള്ളൂ. ഞാൻ ആരെയും കളിയാക്കാറില്ല, നുണ പറയാറില്ല, യഥാർത്ഥം മാത്രമേ പറയാറുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞത് കാര്യമായിട്ട് തന്നെയാണ്. എന്തു വേണം? ഏകൈകശഃ ഉദ സഹ ഏവ വാ പ്രതീച്ഛധ്വം. നിങ്ങൾ ഏകൈകശഃ ഓരോരുത്തരായിട്ട് വന്നിട്ടോ, അഥവാ അർത്ഥത്തിലാണ് ഊത, അല്ലെങ്കിൽ സഹ ഏവവാ, സഹ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഒരുമിച്ചിട്ടോ, പ്രതീച്ഛധ്വം ഇവിടെ വന്ന് സ്വീകരിച്ചാലും
ഒന്നുകിൽ ഓരോരുത്തരായിട്ട് വന്നോളൂ, അല്ലെങ്കിൽ എല്ലാവരും കൂടി വന്നോളൂ, എന്നിട്ട് അവരവരുടെ വസ്ത്രങ്ങളെ സ്വീകരിച്ചോളൂ. ഞാൻ ഇതുവരെ നുണ പറഞ്ഞ ചരിത്രമില്ല, ഇവരോട് ചോദിച്ചു നോക്കൂ, എന്റെ കൂട്ടുകാർക്ക് അറിയാമെന്ന് ബാലന്മാരെ ചൂണ്ടിക്കാണിക്കുന്നു. നമയോദിതപൂർവം വാ അനൃതം തതിമേ വിദുഃ ഏകൈകശഃ പ്രതീച്ഛദ്വം സഹൈവോദ സുമധ്യമാം തസ്യ തച്ഛേളിതം ദൃഷ്ട്വാ ഗോപ്യഃ പ്രേമ പരിപ്ലുതാഃ വ്രീഡിതാ പ്രേഷ്യ ചാന്യോന്യം ജാതഹാസാ ന നിര്യയുഃ. തസ്യ തച്ഛേളിതം ദൃഷ്ട്വാ ഗോപ്യഃ പ്രേമ പരിപ്ലുതാഃ വ്രീഡിതാഃ പ്രേക്ഷ്യ ചാന്യോന്യം ജാതഹാസാ ന നിര്യയുഃ. തസ്യ ആ ഭഗവാന്റെ കൃഷ്ണന്റെ തച്ഛേളിതം ദൃഷ്ട്വ ആ കേളിവാക്കുകളെ കണ്ടിട്ട്, ക്ഷേളിതം എന്ന് പറഞ്ഞാല് പരിഹാസം, കേളിവാക്കുകൾ എന്നൊക്കെ അർത്ഥം. ക്ഷേളി എന്നാണ് കേളി തന്നെയാണ്. മലയാളത്തില് കേളി, സംസ്കൃതത്തില് ശ്വേളി. അപ്പൊ ആ പരിഹാസത്തെ, ആ കേളിവാക്കുകളെ ദൃഷ്ട്വ കണ്ടിട്ട് പ്രേമ പരിപ്ലുതാഹ വ്രീഡിതാഹ അവരുടെ ഉള്ളിലെ ഭഗവാനോടുള്ള പ്രേമം നിറഞ്ഞൊഴുകുന്നുണ്ട്. പ്രേമത്തിൽ മുങ്ങിയവരായിട്ട്, പരിപ്ലുത എന്ന് പറഞ്ഞാൽ മുങ്ങിയവരായിട്ട് എന്നർത്ഥം. അപ്പൊ പ്രേമഭാവത്തിൽ മുങ്ങിയവരായിട്ട് വ്രീഡിതാഹ എന്നാൽ ലജ്ജയുണ്ട്, ദേഹാഭിമാനമുണ്ട്. അതുകൊണ്ട് ലജ്ജയോടുകൂടി അന്യോന്യം പ്രേഷ്യ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നുണ്ട്. പ്രകർഷേണ ഈക്ഷണം കൃത്വ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് ആരാ ആദ്യം പോണോ, നിങ്ങൾ പോണ്ടോ അല്ലേ? ഒരാൾ കാണിച്ചാൽ എല്ലാവരും അനുകരിക്കാൻ തയ്യാറാവും. അപ്പൊ മുന്നേ പോകാൻ ആരെങ്കിലും തയ്യാറുണ്ടോ എന്നും, അല്ലെങ്കിൽ അവരുടെ പലതരത്തിലുള്ളതായിട്ടുള്ള വികാരങ്ങളെ അന്യോന്യം നോക്കിക്കൊണ്ട് പ്രകടിപ്പിക്കുകയാണ്. അങ്ങനെ അന്യോന്യം പ്രേഷ്യ ജാതഹാസാഹ ന നിര്യയുഃ. ജാതഹാസഹ അവർക്കും ചിരി വന്നു എന്നാ. ഭഗവാന്റെ ഈ കളിയില് അവരും ചിരിക്കുന്നവരായി. ജാതഹാസാഹ അവർ സീരിയസ് ആയിട്ട് കരുതിയില്ല. ഭഗവാൻ വസ്ത്രം തരും, വെള്ളത്തിലേക്ക് എറിഞ്ഞു തരും തന്നെ അവർ വിചാരിച്ചു. എന്തായാലും കുറച്ചു നേരം കളിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് അവരുടെ ഉള്ളിൽ ചിരി വന്നു. ജാതഹാസാഹ ന നിര്യയുഃ. കാരണം അവർ ഇത്ര കാലമായി ഭഗവാന്റെ പല കളികളും കാണുന്നവരാണേ. അപ്പൊ ആ കളികളൊക്കെ അറിയാവുന്ന അവര് ഭഗവാന്റെ ഈ ഒരു ലീലയില് അവർക്ക് ചിരി വന്നു. പരിഭവമൊന്നും ആദ്യം വന്നില്ല, ദേഷ്യമൊന്നും വന്നില്ല, ശുണ്ഠിയൊന്നും ഉണ്ടായില്ല. അങ്ങനെ ജാതഹാസാഹ ന നിര്യയുഃ. പക്ഷെ നിര്യാണം ചെയ്തില്ല അവര്. നിര്യാണം ചെയ്യാന്നുള്ള പുറത്തേക്ക് വരിക, നിർഗമിക്കുക. നിർഗമിച്ചില്ല, പുറത്തേക്ക് വന്നില്ല, വെള്ളത്തിൽ മുങ്ങി ഇരുന്നു. അപ്പോ എന്തായാലും ഭഗവാനെ കണ്ടത് തന്നെ അവർക്ക് വലിയ സന്തോഷം. ഭഗവാന്റെ വാക്കുകളൊക്കെ കേട്ട് അവർക്ക് ചിരിയും വന്നു. ഒരു തരത്തിലും ഒരു മത്സര ബുദ്ധിയും ഭഗവാനോട് അവർക്ക് തോന്നിയില്ല. തസ്യ തച്ഛേളിതം ദൃഷ്ട്വാ ഗോപ്യഃ പ്രേമ പരിപ്ലുതാഃ വ്രീഡിതാ പ്രേക്ഷ്യ ചാന്യോന്യം ജാതഹാസാ ന നിര്യയുഃ. ഏവം ബ്രുവതി ഗോവിന്ദേ നർമ്മണാക്ഷിപ്തചേതസഃ ആകണ്ഡമഗ്നാസീതോ ദേവേപമാനാസ്തമബ്രുവൻ. ഏവം ബ്രുവതി ഗോവിന്ദേ നർമ്മണാക്ഷിപ്തചേതസഃ ആകണ്ഡമഗ്നാസീതോ ദേവേപമാനാസ്തമബ്രുവൻ. ഗോവിന്ദേ ഏവം ബ്രുവതി സതി. ഗോവിന്ദൻ ഭഗവാൻ ഏവം ഇപ്രകാരം ബ്രുവതി പറഞ്ഞുകൊണ്ടിരിക്കേ, ഭഗവാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ നർമ്മണ ആക്ഷിപ്ത ചേതസഃ ഭഗവാന്റെ ആ നർമ്മം, പരിഹാസ ശബ്ദം കൊണ്ട് ആക്ഷിപ്ത ചേതസഃ ആകർഷിക്കപ്പെട്ട, ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കപ്പെട്ട, ഭഗവാൻ അവരുടെയൊക്കെ മനസ്സിനെ ഹരിച്ചെടുത്തു. അങ്ങനെ ഭഗവാനിലേക്ക് സമർപ്പിക്കപ്പെട്ട മനസ്സോടുകൂടിയവരായിട്ടുള്ള അവര് ശീതോദേ ആകണ്ഡമഗ്നാഹ. ശീതോദം നല്ല ഹേമന്തം അല്ലെ, വൃശ്ചിക മാസമൊക്കെ തണുപ്പുള്ള കാലം തന്നെയാണ്. അപ്പൊ ശീതോദത്തിൽ തണുത്ത വെള്ളത്തില് ആ കണ്ട മഗ്നാഹ കണ്ടപര്യന്തം കഴുത്ത് വരേക്കും വെള്ളത്തിൽ മുങ്ങി നിന്നുകൊണ്ട് വേപമാനാഹ അവർക്ക് ദേഹാഭിമാനം ഉള്ളത് കൊണ്ടും രാവിലെ തണുപ്പുള്ളത് കൊണ്ടും എല്ലാം കൂടി ശരീരം വിറയ്ക്കാൻ തുടങ്ങി. വേപമാന തണുത്ത് വിറയ്ക്കുന്നവരായിട്ട് ഇത്ര നേരം അവർ കളിച്ചുകൊണ്ടിരുന്നപ്പോ അവരറിഞ്ഞിരുന്നില്ല. ഇപ്പോ ദേഹാഭിമാനം വന്നു, കുറച്ച് അങ്ങനെ വിറയ്ക്കുന്നവരായി തീർന്നു. തം അബ്രുവന്
ആ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഗോപികമാരുടെ വാക്കുകളാണ് ഇനി പറയാനിരിക്കുന്നത് 2 ശ്ലോകങ്ങളിൽ. അത് കഴിഞ്ഞ് ഭഗവാന്റെ അതിനുള്ള മറുപടി നമുക്ക് നാളെ രാവിലെ കാണാം. ഓം കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാളെ രാവിലെ നോക്കാം. നാളെ രാവിലെ 11 മണിക്ക്. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി. ഹരി ഓം. ഹരി ഓം.